ഇന്ന് നമ്മളുടെ ചാനലിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എക്സ് വൈഫ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഒരു ചൈനീസ് ഡ്രാമയാണ്. ഇത് മെയിൻലി 25 എപ്പിസോഡ്സ് ആയിട്ടാണ് വരുന്നത്. ജസ്റ്റ് 3 മിനിറ്റ് ഒക്കെ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ ഒട്ടും ടൈം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. മെയിനായിട്ട് എക്സ് വൈഫ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഈ ഡ്രാമയിൽ 3 ക്യാരക്ടേഴ്സാണ് വരുന്നത്. നാൻഫൈ ദ ഹീറോ, ഷാവോയാൻ ഹീറോയിനാണ്. യാങ് വൈ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിനായിട്ട് നാൻഫൈ ഓൾറെഡി ഇഷ്ടത്തിലാണ്. ഈ ഡ്രാമയുടെ തുടക്കം തന്നെ നാൻഫാവിൻ്റെ കല്യാണ മണ്ഡപത്തിൽ ആകെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഫോണിലേക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അതെടുത്ത് നോക്കുമ്പോൾ, നാൻഫാ നീ എന്തോ കല്യാണം കഴിക്കാൻ പോകണമെന്ന് അറിയുന്നത് കേട്ടല്ലോ, നീ ടിയാങ്നാനായിട്ട് ഓൾറെഡി ഇഷ്ടത്തിലല്ലേ, പിന്നെ എങ്ങനെ നീ വേറൊരു പെൺകുട്ടിനെ കല്യാണം കഴിക്കാൻ പോകണം? ഷെൻസ് ഗ്രൂപ്പിൻ്റെ ഫുൾ ഷെയർ നിനക്ക് കിട്ടാൻ വേണ്ടിയാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചിട്ട് എന്തുണ്ടാവാനാ എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജസ് അവനക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് അവന് തലേ ദിവസം എന്താണ് നടന്നതെന്ന് ഓർക്കുന്നത്. നാൻഫയുടെ ഗേൾ ഫ്രണ്ടാണ് ടിയാങ് വൈ. അപ്പോൾ നാൻഫയുടെ മാരേജ് ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൾ ആകെ വിഷമിച്ചിട്ട് ടിയാങ് നാനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം വെച്ചിട്ട്, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നാൻഫൈ എനിക്കിത് ചെയ്തേ പറ്റൂ, നീ എന്നെ മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും ടിയാങ് നാൻ ഭയങ്കര ഒച്ചത്തിൽ ശബ്ദമായിട്ട്, അതൊന്നും എനിക്ക് പറഞ്ഞാൽ പറ്റില്ല, ഞാൻ അതിൻ്റെ ബ്രൈഡ് ആവണ്ടേ, എന്നെ മാത്രം കല്യാണം കഴിക്കുള്ളൂ എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഇതെല്ലാം ആലോചിച്ച് നാൻഫ അവിടെ ഇരിക്കുന്നു. അടുത്തത് കാണിക്കുന്നത് ഷാവോയാനാണ് ഇപ്പം നാൻഫ കല്യാണം കഴിക്കാൻ പോകുന്നത്. അവൾ ഭയങ്കര സന്തോഷത്തോടുകൂടിയൊക്കെയാണ് ഒരുങ്ങുന്നത്. അവൾ അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നാൻഫ കുറേ നാളായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് നടക്കാൻ, നിങ്ങൾ ഇന്ന് നമ്മുടെ കല്യാണം, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോഴാണ് ഷാവോയാൻ എന്ന് കുറേ ഉറക്കനെ അവൾ വിളിക്കുന്നത് കേൾക്കുന്നത്. അത് കേൾക്ക് അവൾ എവിടെ ശബ്ദം വരുന്നത് അവിടെ ഓടി പോകുമ്പോൾ ഷാവോയാൻ ഇട്ടേക്കുന്ന ആ സെയിം ഡ്രസ്സിൽ, പുതുപെണ്ണിൻ്റെ ആ സെയിം ഡ്രസ്സിൽ തന്നെ ടിയാങ് വൈ വന്നിട്ടുണ്ട്. ടിയാങ് വൈനെ കാണുമ്പോൾ തന്നെ ഷാവോയാൻ ചെന്നിട്ട്, നീ എന്താ ഇവിടെ ഇങ്ങനെ വന്നേക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ടിയാങ് വൈ പറയാണ്, പിന്നെ അവൻക്ക് എന്നെയാണ് ഇഷ്ടം, എനിക്ക് അവനെയും, അത് നിനക്ക് അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാണ് നീ വെറുതെ ഇങ്ങനെ കോലം കെട്ടി നിൽക്കുന്നത്, അവനെ ഞാൻ തന്നെ കല്യാണം കഴിക്കും, നിനക്ക് ഞാൻ വിട്ടു തരില്ല എന്ന് പറയുമ്പോൾ ഷാവോയാൻ പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റൂല, ഇന്ന് ഞങ്ങളുടെ കല്യാണമല്ലേ, ഞാൻ അവനെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറയുന്നു. ടിയാങ് വൈ ഭയങ്കര പ്രതികാര ബുദ്ധിയോടെ ഷാവോയാൻ്റെ അടുത്തേക്ക് പോയിട്ട് അവളുടെ കയ്യിലിരിക്കുന്ന ബൊക്കയുടെ ഇടയിൽ കൂടെ ഒരു കത്തി വെച്ച് കൊടുത്തിട്ട് ഷാവോയാൻ്റെ കൈ കൊണ്ട് തന്നെ ടിയാങ് വൈനെ കുത്തുന്ന പോലെ കാണിക്കുന്നു. ആ കത്തി ടിയാങ് വൈയുടെ വയറിൻ്റെ ഉള്ളിലേക്ക് കയറി പോയിട്ട് അവൾ അവിടെ കുഴഞ്ഞു വീഴുന്നുണ്ട്. ശരിക്കും ടിയാങ് വൈ ഭയങ്കര പ്ലാൻ ചെയ്തിട്ടാണ് ഈ കാര്യം ചെയ്തേക്കുന്നത്. ഇപ്പം കത്തിയിരിക്കുന്നത് ഷാവോയാൻ്റെ കയ്യിലാണ്. ഇപ്പം നോക്കുമ്പോൾ ഷാവോയാൻ ഭയങ്കര പ്രതികാരത്തോടുകൂടി ടിയാങ് വൈനെ കുത്തി എന്ന് എല്ലാവരും വിചാരിക്കും. അപ്പോൾ ഈ സൗണ്ട് കേട്ടിട്ട് നാൻഫ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. നാൻഫ കാണും ഷാവോയാൻ കുത്തി വീണ് കിടക്കുന്ന ടിയാങ് വൈനാണ്. നാൻഫ ചെന്ന് ടിയാങ് വൈനെ വേഗം കോരി എടുത്തിട്ട് ഷാവോയാനോട് ഭയങ്കര ചൂടായിട്ട് പറയാണ്, നീ ഇപ്പോൾ എന്തിനാ ഇത് ചെയ്തത്, നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ പ്രോമിസ് ചെയ്തല്ലേ, പിന്നെ ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു, ഇവിടെ വേഗം പോലീസിനെ പിടിച്ചു ആരും ഇല്ല ഇവിടെ, ഇവളൊന്ന് വേഗം ഇവിടുന്ന് കൊണ്ടുപോകുന്നു ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്നുണ്ടെങ്കിൽ ഷാവോയാൻ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട്, ഞാൻ എല്ലാം ഇത് ചെയ്ത്, ഞാൻ ഇതിലൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ ഞാൻ ഇതൊന്നും കേൾക്കാതെ അവളിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്ന് ഗ്രാൻഡ്പ പറയാണ്, ഞാൻ കണ്ടത് എന്താ നടന്നതെന്ന്, ഇനിയിപ്പോൾ ആരും ഒന്നും വിശദീകരിക്കാൻ നിൽക്കണ്ട, ഞാനിവിടെ മരിച്ച് വീഴുന്നത് കാണാൻ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നാൻഫ നീ വേഗം ഷാവോയാനെ കല്യാണം കഴിക്കണം, ടിയാങ് വൈനെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു. അവിടെ സീൻ കട്ടായി പിന്നെ കാണിക്കുന്നത് ഷാവോയാൻ അവരുടെ കല്യാണ ഫോട്ടോ ഇങ്ങനെ നോക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ നാൻഫ ഡോർ തുറന്ന് റൂമിലേക്ക് കയറുന്നുണ്ട്. നാൻഫ എന്നിട്ട് അവളോട് പറയാണ്, നീ ഇല്ലാണ്ട് സന്തോഷിക്കൊന്നും വേണ്ട, എൻ്റെ ഗ്രാൻഡ്പയ്ക്ക് നിന്റെ ഗ്രാൻഡ്പാനോടുള്ള ആ കടം കൊണ്ട് മാത്രം ഇപ്പം ഞാൻ നിന്നെ കല്യാണം കഴിച്ചേക്കണം, അല്ലാണ്ട് എനിക്ക് ഇഷ്ടമായിട്ടൊന്നുമല്ല, എനിക്ക് മാരേജിന് ഒട്ടും ഇഷ്ടമല്ല, ഗ്രാൻഡ്പ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ ഇത് ചെയ്തേക്കണം, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നത് നല്ലത്, ഇപ്പോൾ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് നാൻഫ ഒരു തലങ്ങാണി എടുത്ത് പൊക്കി പിടിക്കുമ്പോൾ ഷാവോയാൻ, ഇല്ല നാൻഫ എനിക്ക് നിന്നോട് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവൾ നാൻഫയുടെ അടുത്തേക്ക് വരുമ്പോൾ കാല തട്ടി പെട്ടെന്ന് അവർ രണ്ടുപേരും കൂടി മറിഞ്ഞ് കട്ടിലേക്ക് വീഴുന്നുണ്ട്. കട്ടിലേക്ക് വീണ പാടെ അവർ രണ്ടുപേരും ഇങ്ങനെ കണ്ണും നോക്കി നിൽക്കുമ്പോൾ നാൻഫ ഷാവോയാൻ്റെ ചുണ്ടിലൂടെ ഇങ്ങനെ വിരലോടിക്കുന്നുണ്ട്. ഷാവോയാനാണെന്ന് വെച്ചാൽ അതൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് നാൻഫയെ തന്നെ നോക്കി നിൽക്കുന്നു. നാൻഫയുടെ ഫോൺ പെട്ടെന്ന് റിങ് ചെയ്തപ്പോഴാണ് ഷാവോയാൻ ആ സ്വപ്നത്തിൽ നിന്ന് നെട്ടെണിച്ചത്. നാൻഫ ഇതുവരെ അവളെ നോക്കിയിട്ടും പോലും ഇല്ലേ, ഇതൊക്കെ അവൾക്ക് തോന്നിയതായിരുന്നു, ചുണ്ടിൽ തൊടുന്നുണ്ടെന്നും എല്ലാം അവൾക്ക് തോന്നിയതായിരുന്നു. നാൻഫ അതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട്, എന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് മാറി നിൽക്കും, എനിക്കൊന്ന് പോകണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവളെ മാറ്റി നിർത്തുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഷാവോയാൻ വേഗം എണീറ്റ് അവളുടെ കയ്യിലുണ്ടായിരുന്ന കല്യാണ ഫോട്ടോ ഉപയോഗിച്ച് വാ കൊത്തിക്കൊണ്ട്, സോറി ഞാൻ ഒന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ നിൽക്കാതെ നാൻഫ ഫോൺ എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. നാൻഫയാണ് ഇപ്പോൾ വിളിച്ചേക്കുന്ന അവൻ്റെ അമ്മയായിരുന്നു. അമ്മക്ക് ടിയാങ് വൈനെയാണ് കൂടുതൽ ഇഷ്ടം. അമ്മക്ക് നാൻഫ ഷാവോയാനെ കല്യാണം കഴിച്ചത് ഒട്ടും ഇഷ്ടമായിട്ടില്ല. അമ്മ വിളിച്ചിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടിയാങ് വൈ കാര്യം ഓർന്നിട്ടുണ്ട്, നീ വേഗം ഹോസ്പിറ്റലിലേക്ക് വാ, അവളെ കാണണമെന്നാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ തന്നെ നാൻഫ ആ രാത്രിയിൽ തന്നെ ടിയാങ് വൈനെ കാണാനായിട്ട് ഷാവോയാനെ ഒറ്റയ്ക്ക് ആ വീട്ടിലിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഷാവോയാൻ പണി ചെയ്യാനായിട്ട് അടുക്കളയിൽ കയറുമ്പോൾ അവിടുത്തെ ഹൗസ് മെയ്ഡ് ഉണ്ടല്ലോ വേലക്കാരി, അവൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ തന്നെയാണ് ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യുന്നത്, വാ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ തന്നെ ഫുഡ് കുക്ക് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടുകൂടി ഷാവോയാൻ ആ വേലക്കാരനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ആ വേലക്കാരി പറയാണ്, ഓ മോൾ എത്ര നല്ല മോളെ സ്വയം കുക്ക് ചെയ്ത് അവനക്ക് ഫുഡൊക്കെ കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ സാറിന് ഒട്ടും ഹൃദയമില്ല,
സാറിന് മോളെ ഇഷ്ടമല്ലല്ലോ, മോൾ എത്ര കുക്ക് ചെയ്ത് വെച്ചാലും സാർ ഇന്ന് വരാനേ പോണില്ല, സാറ് ടിയാൻവയുടെ കൂടെ തന്നെ ഇരിക്കുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും ഷാവയാൻ തൻ്റെ ഭർത്താവിന് അങ്ങനെ പറഞ്ഞത് തീരെ ഇഷ്ടപ്പെടാതെ അവളെ തുറച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ വേലക്കാരി പറയുന്നത് സോറി, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് പറയുന്നു. അപ്പോൾ തന്നെയാണ് ഷാവയാൻ നാൻഫയുടെ ഒരു മെസ്സേജ് വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നാൻഫ ഇന്ന് വീട്ടിലേക്ക് വരില്ല, അവൻ എൻ്റെ ഒപ്പം ഉണ്ട്, നിൻ്റെ അടുത്തേക്ക് ഇനി വരെയില്ല, വെറുതെ ഫുഡൊന്നും ഉണ്ടാക്കി വെക്കണമെന്നില്ല, അവൻ എൻ്റെ ഒപ്പം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാണ് ആ മെസ്സേജ് ടിയാൻവൈ അയച്ചത്. ഷാവയാൻ ആ മെസ്സേജ് വായിച്ചിട്ട് സങ്കടമായിട്ട് നിൽക്കുന്ന കണ്ടിട്ട് വേലക്കാരി എന്തായിട്ട് മോളെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷാവയാൻ ഒന്നും തുറന്ന് പറയാതെ ഒന്നുമില്ല, നാൻഫ ഒന്നും വരില്ല ഫുഡ് കഴിക്കാനായിട്ട്, അവനക്ക് എന്തോ ഭയങ്കര തിരക്കുണ്ട്, ഭയങ്കര ബിസിനസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്, അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ അവൻ ഉണ്ടാവില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് വിഷമത്തോടുകൂടി പോകുന്നുണ്ട്. ശരിക്കും ടിയാൻവയുടെ കൂടെ ആയിരുന്നില്ല നാൻഫ അവൻ്റെ ഓഫീസിൽ തന്നെ എന്തൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെയുള്ള വർക്കർ വന്നിട്ട് സാർ നിങ്ങൾ വീട്ടിൽ പോകണല്ലേ, ഇത് കുറേ ലേറ്റായി, വൈഫ് കാത്തിരിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ നാൻഫ അയാളോട് ചൂടായിട്ട് നീ എൻ്റെ കാര്യം അന്വേഷിക്കാൻ നിൽക്കണ്ട, ഞാൻ നോക്കിക്കോളാം, നിനക്ക് വേണമെങ്കിൽ നീ പൊക്കോന്നൊക്കെ അയാളോട് ചൂടാവുന്നുണ്ട്. ടിയാൻവൈ എന്ന് വെച്ചാൽ അവനെ വിളിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ അവൻ ആ കോള് അറ്റൻഡ് ചെയ്യുന്നേ ഇല്ല. ഷാവയാൻ്റെ മിസ് കോൾ കണ്ടിട്ട് അവനക്ക് ദേഷ്യം വന്നിട്ട് അവൻ ആ ഫോൺ എടുത്ത് വലിച്ചെറിയുന്നൊക്കെ ഉണ്ട്. ഷാവയാനോട് ഒട്ടും ഇഷ്ടമല്ല അവനക്ക് ടിയാൻവൈനെ ഇപ്പം അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലായിട്ടില്ലേ, ഷാവയാന് എന്തോ ശാരീരികമായിട്ട് വേദനയായിട്ട് അവൾക്ക് തലൊക്കെ ഭയങ്കരമായിട്ട് വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ സൈവൻ അവളെ കാണാനായിട്ട് വന്നിരുന്നു. ഷാവയാൻ്റെ നാൻഫയുടെ മാരേജ് പെട്ടെന്ന് തീരുമാനിച്ചായിരുന്നു, ആരെയും വിളിക്കാനൊന്നും പറ്റിയിരുന്നില്ല, പെട്ടെന്നുള്ള മാരേജ് ആയിരുന്നില്ലേ, അതുകൊണ്ട് സൈവനോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ പരാതി ഫുള്ള് സൈവൻ ഇപ്പോൾ ഷിയായോനോട് തീർക്കുന്നുണ്ട്. പക്ഷേ ഷിയായൻ പറയാണ് നീ ഒന്നും മിണ്ടാതെ എനിക്ക് തലവേദന എടുത്തിട്ട് പാടില്ല, എനിക്ക് ശരീരമൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് സൈവൻ ഭയങ്കര സന്തോഷത്തോടുകൂടി ആണോ അപ്പോൾ നീ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയോ ഇത്ര പെട്ടെന്ന് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഷിയായൻ ഭയങ്കര പുച്ഛത്തോടുകൂടി എൻ്റെ ഒപ്പം ഒന്ന് കിടന്നിട്ട് പോലുമില്ല ആൾ, പിന്നീട് ഞാൻ പ്രഗ്നൻ്റ് ആവാൻ പോണേ, നീ ഒന്ന് പോയെന്ന് പറഞ്ഞ് സൈവനെ കളിയാക്കുന്നുണ്ടെങ്കിലും സൈവന് ദേഷ്യമാണ് വരുന്നത്. അവൾ ദേഷ്യപ്പെട്ടിട്ട് എന്ത് നാൻഫ ആണെങ്കിൽ ഇപ്പോൾ വീട്ടിലും ഇല്ല, ഒന്ന് കിടന്നിട്ട് പോലും ഇല്ല എന്നോ, അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒട്ടും ഇഷ്ടമൊന്നുമില്ലേ, എന്താ ഞാൻ കേൾക്കുന്നത്, അവനോട് ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സൈവൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന കണ്ടിട്ട് ഞാൻ പറയാണ് നീ ഒന്നും ദേഷ്യപ്പെടാതിരിക്കും, ആൾക്കാരെ ഇഷ്ടമായിട്ട് കിട്ടിയതൊന്നല്ലല്ലോ, പിന്നെ ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് എന്തായാലും ടൈം കൊടുക്കുക, ശരിയാവായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ഷിയാന് ഒരു കോൾ വരുന്നത്. അവൾ ഇപ്പം ഞാൻ വരാം, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞ് അവൾ അർജൻറ്റായിട്ട് സൈവനോട് യാത്രയൊക്കെ പറഞ്ഞ് നാൻഫയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. നാൻഫയുടെ വീട്ടിൽ പോകുമ്പോൾ നാൻഫയുടെ അമ്മയും പെങ്ങളും കൂടി ആ വീട്ടിലേക്ക് വന്നിരുന്നു. അവരെ കണ്ട സന്തോഷത്തിൽ ഷിയാൻ അമ്മ സിയോയാ നിങ്ങളെന്താ ഇപ്പോൾ വന്നേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വന്നിട്ട് അവളുടെ മുഖത്തടിച്ച പോലെ എൻ്റെ മോൻ്റെ വീട്ടിൽ വരാൻ നിൻ്റെ സമ്മതം എനിക്ക് ചോദിക്കണോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ വല്ലാണ്ട് ഭരിക്കാൻ വരില്ല എന്ന് പറഞ്ഞ് ഷിയായോനോട് ചൂടാവുമ്പോൾ അവൾ ഭയങ്കര ബഹുമാനത്തോടുകൂടി അയ്യോ അമ്മ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, അമ്മ വരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സ്വന്തം കയറി കുക്ക് ചെയ്തേനെ, അമ്മക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചേനെ എന്ന് പറയുമ്പോൾ സിയോയ അതായത് നാൻഫയുടെ സിസ്റ്റർ പറയാണ് നീയാണോ ഒപ്പം ഇവിടുത്തെ വേലക്കാരി, ഞങ്ങളുടെ ഈ വലിയ കുടുംബത്തിലൊന്നും ഇങ്ങനെ ആരും കയറി കുക്ക് ചെയ്യാറൊന്നുമില്ല, നീ ഒരു വേലക്കാരി ഫാമിലിയിൽ നിന്ന് വന്നുകൊണ്ട് അങ്ങനെയൊക്കെ കുക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത്, നിൻ്റെ വൃത്തിയായിട്ട ഗ്രാൻഡ് മ കാരണം എൻ്റെ ബ്രദറിന് നിന്നെ കെട്ടേണ്ട വന്നേ, ഓരോ ട്രിക്ക് ഉപയോഗിച്ച് വലിയ ഫാമിലിക്ക് കയറാൻ വേണ്ടി നിൻ്റെ ഗ്രാൻഡ് മ കുറേ കളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സിയോയ കുറേ ദേഷ്യപ്പെടുമ്പോൾ സിയോയാണ് ദേഷ്യം സഹിക്കാൻ പറ്റാതെ സിയോയ നീ മിണ്ടാതിക്ക്, നീ ഒരു പെൺകുട്ടിയാ, മൂത്തവരോട് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്ക് അറിയില്ല, മര്യാദക്ക് സംസാരിക്കാൻ പഠിക്കുകയെന്ന് പറയുമ്പോൾ സിയോയ വീണ്ടും ദേഷ്യപ്പെട്ട് ഷിയായോൻ്റെ മെക്കിട്ട് കയറിയിട്ട് പറയാണ് നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, നിന്നെ ഞാൻ വെറും ഒരു വേലക്കാരിൻ്റെ സ്ഥാനം തന്നിട്ടുള്ളൂ, അതുകൊണ്ട് നീ വായടച്ച് നിന്നോ നിങ്ങൾ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ ഷിയായാകും ദേഷ്യം വന്നിട്ട് അവൾ സിയോയുടെ മുഖത്തിട്ടൊരെണ്ണം കൊടുക്കുന്നുണ്ട്. മോളെ മരുമോൾ അടിക്കുന്ന കണ്ട അമ്മായി നോക്കി നിൽക്കോ, അവൾ വന്നിട്ട് ഷിയായോനോട് ദേഷ്യപ്പെട്ട് നീ എൻ്റെ മോളെ തല്ലില്ല എന്ന് പറഞ്ഞ് അവർ 3 പേരും കൂടി അങ്ങനെ വഴക്കാവാണ്. അപ്പോൾ ഷിയായോൻ്റെ കൈ തട്ടിയിട്ട് അമ്മ നിലത്ത് വീഴുന്നുണ്ട്. ആ കൃത്യ ടൈമിൽ തന്നെ നാൻഫ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നാൻഫയെ കണ്ടതും അമ്മ ആക്ടിങ് തുടങ്ങി, വേദന എടുക്കുന്ന പോലെ കാട്ടിയിട്ട് എൻ്റെ ഭാര്യനെ തല്ലി നിലത്തിട്ടേക്കണം കണ്ടില്ലേ, നീ പോലും എന്നോട് ഇങ്ങനെ ഒന്നും പെരുമാറിയിട്ടില്ല, ഇപ്പം നിൻ്റെ ഭാര്യനെ നിലക്കിർത്താൻ നിന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ ദേഷ്യപ്പെടുമ്പോൾ ഷാവയാൻ അതിനൊന്നും ചെയ്തിട്ടില്ല, ഇത് അങ്ങനെയൊന്നുമല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് നാൻഫയുടെ അടുത്തേക്ക് പോകുമ്പോൾ നാൻഫയും ദേഷ്യപ്പെട്ടിട്ട് നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല, മര്യാദക്ക് എൻ്റെ പെങ്ങളോട് അമ്മനോട് സോറി പറഞ്ഞാൽ മതി എന്ന് പറയും. ഷിയാന് ഭയങ്കര വിഷമായിട്ട് നിങ്ങൾ ഞാൻ പറയുന്നത് എന്താന്ന് പോലും കേൾക്കാൻ ശ്രമിക്കുന്നില്ല അല്ലേ, എനിക്കാരോട് സോറി ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് കരഞ്ഞ് പുറത്തേക്ക് ഓടി പോകുന്നുണ്ട്. അങ്ങനെ ഓടി പോകുന്നതിൻ്റെ ഇടയിൽ അവളൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. പണ്ട് അവളുടെ ഗ്രാൻഡ് പ മരിച്ച ടൈമിൽ അവളിങ്ങനെ റോട്ടിൽ വന്നിരുന്ന് കരയുമ്പോൾ നാൻഫ വന്ന് അവളെ കുറേ ആശ്വസിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഒരാൾ അവളെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ അയാളിൽ നിന്ന് നാൻഫ അവളെ രക്ഷിച്ചിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടാണ് നാൻഫനെ കല്യാണം കഴിക്കാനായിട്ട് ഷിയാന് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൻ്റെ സ്വഭാവം ഭയങ്കരമായിട്ട് ചേഞ്ച് ആയേക്കാം. അതൊക്കെ ആലോചിച്ച് രാത്രി മുഴുവനും ഷിയാൻ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അവളങ്ങനെ കരഞ്ഞുകൊണ്ട് ആ റോഡ് സൈഡിൽ ഇരിക്കുമ്പോഴാണ് ഇറാൻ എന്ന് പറഞ്ഞിട്ടുള്ള വർഷങ്ങളായിട്ട് അവൾക്ക് പരിചയമുള്ള അവളുടെ ഫ്രണ്ട് വരുന്നത്. അവൻ ഗൂസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ റെസിഡൻ്റ് ആയിരുന്നു. ഇറാൻ വന്ന് ഷിയാനെ പിടിച്ച് എണീപ്പിച്ചിട്ട് എന്താട്ടി നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ തുറന്നൊന്നും പറയുന്നില്ല. അങ്ങനെ ഇറാൻ അവളെ നാൻഫയുടെ വീടിൻ്റെ വഴി വരെ കൊണ്ടുവന്നാക്കുന്നുണ്ട്. ഇറാൻ ചോദിക്കുന്നുണ്ട് ഞാൻ അകത്തേക്ക് നിന്നെ കൊണ്ടുവന്നാക്കി തരാൻ, നിനക്കിപ്പോൾ വയ്യാത്ത പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും
ഞാൻ പറയാണ് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, കുഴപ്പമില്ല എന്ന് പറയുന്നു. താങ്ക്സും പറയുന്ന കേട്ടിട്ട് ഇറാൻ പറയാണ്, നീ എന്തിനിപ്പോൾ എന്നോട് താങ്ക്സ് പറയുന്നത്, നമ്മൾ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്സ് അല്ലേ, നീ ഇപ്പോൾ എന്നോട് ഒരുമാതിരി അകന്ന് ഏതോ അറിയാത്ത ആളോട് പെരുമാറുന്ന പോലെ പെരുമാറുന്നതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ ഷായാൻ നാൻഫയുടെ വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. ഷായാനെ ഇറാൻ പിടിച്ചുകൊണ്ടിരുന്നതൊക്കെ മുകളിൽ നിന്ന് നാൻഫ കാണുന്നുണ്ടായിരുന്നു. ഷായാൻ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നാൻഫ അവിടെ ഇരുന്നിട്ട്, നീ ഇപ്പോൾ വന്നോ, രാത്രിയായാലോ, ഇത്ര നേരം നീ എവിടെയായിരുന്നു? എനിക്ക് തോന്നുന്നതേ നീ ഇപ്പോൾ പിടിച്ചേക്കുന്ന ആ ആണില്ലേ, അവൻ എന്നെക്കാളും പാവാ, നീ എന്തോ റോങ് ആയിട്ട് ആളെ പിടിച്ചേക്കുന്നതെന്നാ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് ഷായാനെ കളിയാക്കുന്ന രീതിയിൽ വേറൊരർത്ഥത്തിൽ സംസാരിച്ച ഷായാന് ദേഷ്യം വന്നിട്ട് നാൻഫനെ അടിക്കാനായിട്ട് കൈ ഒങ്ങുന്നുണ്ടെങ്കിലും നാൻഫ അത് തടഞ്ഞു പിടിക്കുകയാണ്. എന്നിട്ട് പറയണം, എന്താണ് നിനക്കിപ്പോൾ എന്നെ അടിക്കണമെന്ന് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ഷായാൻ തല കറങ്ങി നാൻഫയുടെ മേത്തേക്ക് വീഴുന്നുണ്ട്. അവൾ രാവിലെ തൊട്ട് വയ്യാണ്ട് നടക്കായിരുന്നില്ലേ, നന്നായിട്ട് പനിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ തല ഇറങ്ങി വീഴാനുള്ള കാരണം. അങ്ങനെ ഷായാനെ നോക്കിക്കൊണ്ട് നാൻഫ അവളുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഷായ പനിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇരുന്ന് പിച്ചും പയ്യും പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അതെല്ലാം ചെയ്ത്, ഞാനെല്ലാം അത് ചെയ്ത്, ഞാനതെല്ലാം ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ നാൻഫ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നാൻഫ അവളുടെ തലയിലൊന്ന് തലോടാൻ പോകുമ്പോൾ തന്നെ കറക്റ്റ് ടൈമിൽ അവർക്ക് കോൾ വരുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ അവൻ്റെ അമ്മയാണ് വിളിച്ചത്. അമ്മ വിളിച്ചിട്ട് പറയാണ്, ടിയാൻബൈന് തീരെ വയ്യ, അവൾ ദേ ഇപ്പോൾ കൈ മുറിച്ചിട്ട് ഹോസ്പിറ്റലിലാണ്, മരിക്കാൻ ശ്രമിച്ചു, നീ വേഗം എവിടെയൊക്കെ വായോ എന്ന് പറഞ്ഞിട്ടായിരുന്നു കോൾ. അത് കേട്ടിട്ട് നാൻഫ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് ഷായാനെ ഒറ്റക്കാക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അമ്മണെന്ന് വെച്ചാൽ ആശുപത്രിയിൽ ടിയാൻബൈയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ടിയാൻബൈനോട്, നീ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ ചെയ്ത്, എൻ്റെ മോനെ നിന്നെ കല്യാണം കഴിക്കുന്നത് കാത്തിരിക്കാൻ ഞാൻ, അതിനിടയിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ടിയാൻബൈ കരഞ്ഞുകൊണ്ട് പറയാണ്, അമ്മ അതിന് ഗ്രാൻഡ്പ സമ്മതിക്കില്ലല്ലോ, ഗ്രാൻഡ്പ അവളെ ഡിവോഴ്സ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യുക, അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ടിയാൻബൈ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറയാണ്, ഗ്രാൻഡ്പാനെ നീ വിട്, എൻ്റെ മനസ്സിൽ നീ തന്നെ ഇപ്പോൾ എൻ്റെ മരുമോള്, നീ വെറുതെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടല്ലേ, ഒന്ന് ആലോചിക്കേണ്ടെന്നൊക്കെ പറയുമ്പോഴാണ് നാൻഫ അവിടെ നിന്ന് ടിയാൻബൈക്ക് ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നത്. അത് കേട്ടിട്ട് അമ്മ നാൻഫയുടെ മുഖത്ത് നോക്കിയിട്ട്, കണ്ടില്ല അവൾ എന്താ ചെയ്ത് വെച്ചിരിക്കണേ, മോൻ ഇവിടെ ഇരിക്കും, ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് നാൻഫനെ ടിയാൻബൈയുടെ അടുത്ത് ഇരുത്തിയിട്ട് അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. ടിയാൻബൈ നാൻഫനെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ കയ്യിലൊക്കെ മുറുക്കെ പിടിച്ചിട്ട്, നീ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം, നീ അങ്ങോട്ട് പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നാൻഫ, നീ എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ വെറുതെ ഓവറായിട്ട് ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട, ഇങ്ങനെ ഇനി ചെയ്തു പോകരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ടിയാൻബൈ അതൊന്നും ശ്രദ്ധിക്കാതെ, നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി, ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല, നീ വേറൊരു പെൺകുട്ടീനായിട്ട് നിൻ്റെ വൈഫായി കണ്ട് ഒന്നിച്ച് താമസിക്കുമ്പോൾ ഞാൻ എങ്ങനെ സഹിച്ചിരിക്കുക, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. ടിയാൻബൈ അവൻ്റെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചു വെക്കുന്നതുകൊണ്ട് നാൻഫയ്ക്ക് എന്തോ കുറ്റബോധം തോന്നിയിട്ടാണെന്ന് തോന്നുന്നു. അവൻ്റെ കൈ അവൻ വിടിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ടിയാൻഫൈ ഭയങ്കര മുറുക്കി പിടിച്ചേക്കാണേ. അപ്പോൾ ഞാനൊരു കോൾ ചെയ്തിട്ട് വരാം, അർജൻറ്റായിട്ട് ഓഫീസിലേക്ക് വിളിക്കണം, അതുകൊണ്ടാണ് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇപ്പോൾ കാണിക്കുന്നത് ഷായാനെയാണ്. അവൾ രാത്രി മുഴുവൻ ഉറക്കത്തിലായിരുന്നില്ലേ, ഭയങ്കരമായിട്ട് പനിക്കുന്നുണ്ട്. അവളങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് അവിടെ നിന്ന് എണീറ്റ് പമ്മി നടക്കാനൊന്നും തീരെ വയ്യ, ആകെ ടയേർഡായിട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ തട്ടി ഗ്ലാസ് നിലത്തേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ ഉടഞ്ഞു പോയി ആ ഗ്ലാസിൻ്റെ ചില്ലിൽ കാല് തട്ടി അവൾ തളർന്ന് വീഴുന്നുണ്ട്. അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ തന്നെ സൈവൻ കോൾ ചെയ്യുന്നുണ്ട്. സൈവൻ ഇവളുടെ വീടിൻ്റെ പുറത്ത് വന്ന് നിന്നിട്ടാണ് കോൾ ചെയ്ത് തരുന്നത്. അതുകൊണ്ട് മാത്രം സൈവന് ഇവളിങ്ങനെ തളർന്ന് വീണ് നടക്കുന്നത് കാണാൻ പറ്റിയിട്ട് സൈവൻ അവളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. സൈവനും ഷായാനും കൂടി പതുക്കെ പമ്മി നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൈവൻ ഇവളെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. നിന്നെ ഒറ്റക്കാക്കിയിട്ട് നിന്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് പോയോ, അവനക്കെന്താ ഇത്രമാത്രം ഡ്യൂട്ടി, ഒരു വയ്യാത്ത പെണ്ണിനെ ഒറ്റക്കാക്കി പോയേക്കണേ എന്നൊക്കെ പറയുമ്പോഴാണ് ടിയാൻബൈനെയും പിടിച്ചുകൊണ്ട് നാൻഫ അവിടെ നിന്ന് നടന്നു വരുന്നത് ഇവർ കാണുന്നത്. ടിയാൻബൈ ഇവരെ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു അഭിനയിച്ചിട്ട് നാൻഫയുടെ മേത്തേക്ക് വീഴുന്ന പോലെ കാണിക്കുമ്പോൾ നാൻഫ അവളെ മുറുകെ അവൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിക്കുന്നുണ്ട്. നാൻഫ ടിയാൻബൈനെ പിടിച്ച് നിൽക്കുന്ന കാണുന്ന ഷായാന് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. പക്ഷെ അവൾ അധികമൊന്നും കെയർ ചെയ്യാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും സൈവന് അത് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. സൈവൻ ഇത് കണ്ടതും അവർ രണ്ടുപേരുടെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു പോകുന്നുണ്ട്. സൈവനെ തടയാനായിട്ട് ഷായാൻ പിന്നാലെ ഓടുന്നുണ്ടെങ്കിലും അവളുടെ കാല് ഫ്രാക്ചർ ആയതുകൊണ്ട് അവൾക്ക് സ്പീഡിൽ നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സൈവൻ്റെ അടുത്തേക്ക് അവൾക്ക് എത്താനേ പറ്റുന്നുണ്ടായിരുന്നില്ല. സൈവനാണെന്ന് വെച്ചാൽ അവർ വായി തോന്നിയ ചീത്തൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറഞ്ഞ് അതുപോലെ തന്നെ ടിയാൻബൈനെ വേറൊരു രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് ടിയാൻബൈ തല കറങ്ങുന്ന പോലെ അഭിനയിച്ച് യാൻഫയുടെ മേത്തേക്ക് വീഴുമ്പോൾ യാൻഫയാണെങ്കിൽ അവളെ മുറുക്ക പിടിച്ചിട്ട് വിടാതെ പിടിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഷായാനും ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ടെങ്കിലും സൈവൻ അവൾ പിടിച്ച് വലിച്ചിട്ട് വാ നമുക്ക് പോവാന്ന് പറയുന്നുണ്ടെങ്കിലും സൈവൻ വരുന്നതേ കാണുന്നില്ല. സൈവനും ഷായാനും പോവാത്തത് കണ്ടിട്ട് യാൻഫ പറയാണ്, മര്യാദ നിന്റെ ഫ്രണ്ടിനെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോക്കോ, അല്ലെങ്കിൽ നീ ഇതിന് ഉത്തരം പറയേണ്ടി വരുമെന്ന് പറയുമ്പോൾ സൈവൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഷായാൻ അവളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഷായാന്റെ ഹോസ്പിറ്റൽ റൂമിൽ ചെന്നിട്ട് അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, സൈവനും ഷായാനും കൂടി. സൈവൻ ഷായാനോട് പറയാണ്, നീ എന്തൊരു പാവം വേണ്ട, നിന്റെ ഭർത്താവ് വേറൊരു പെണ്ണിൻ്റെ കൂടെ ഇങ്ങനെ നടക്കണം കണ്ടിട്ട് നിനക്ക് ഒരു ദേഷ്യം വന്നില്ലേ, നീ എന്താണെന്നൊന്നും ചീത്ത പറയാത്ത, എനിക്കങ്ങനെ ദേഷ്യം വന്നിട്ടുണ്ടല്ലോ എന്ന് സൈവൻ നിർത്താതെ പറയുന്നത് കേട്ടിട്ട് ഷായാൻ പറയാണ്, എനിക്ക് ദേഷ്യം വന്നിട്ട് എന്ത് കാര്യം, ഒന്നാലോചിച്ചാൽ അവരുടെ ഇടയിൽ ഞാൻ ഒരു കരട് പോലെ വന്നത്, അവർ രണ്ടുപേരും ഓൾറെഡി കല്യാണത്തിന് മുന്നേ ഇഷ്ടം, അവരെപ്പോൾ തൊട്ട് പരിചയമുള്ളതെന്നറിയോ, അതിനിടയ്ക്ക് ഞാനാ വന്നത്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ സൈവൻ വീണ്ടും ഷായാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാണ്, അന്ന് വെച്ചിട്ട് ഇപ്പം നിന്നല്ല അവൻ കല്യാണം കഴിച്ചേക്കണേ, അപ്പം നിന്നല്ല ഇഷ്ടപ്പെടണ്ടേ, പിന്നെ നീ എന്തിനാ പൊട്ടി അവർക്ക് വേറൊരാൾ ഇഷ്ടം
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന് സമ്മതിച്ചേ, നിന്നെ ഇഷ്ടപ്പെടാത്ത ഒരാളുടെ കൂടെ നീ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് സൈവൻ പറഞ്ഞു നിർത്തിയതും അടക്ക് ഇറാൻ വരുന്നുണ്ട്. അതായത് ഗ്രൂസ് ഗ്രൂപ്പിന്റെ പ്രസിഡന്റ്. അന്നൊരു ദിവസം രാത്രി ഷോയാൻ റോഡിലിരുന്ന് കരഞ്ഞിരുന്നില്ലേ, അപ്പൊ ഇവൻ വന്നിട്ട് അവരെ കൊണ്ടാക്കി ആ ഇറാൻ. അവൻ വന്നിട്ട് ഷോയാനോട് ചോദിക്കുകയാണ്, എന്താ ഞാൻ കേട്ടത്, ശരിക്കും അവനക്ക് നിന്നെ ഒരു തരി പോലും ഇഷ്ടമല്ലേ, പിന്നെ എന്തിനാ നീ അവൻ്റെ ഒപ്പം നിൽക്കുന്നത്? ഷോയാൻ, എനിക്കൊരു ചാൻസ് തന്നാൽ മതി, ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളാന്ന് ഇറാൻ പറയുന്നുണ്ട്. അതായത് ഇറാന് ഷോയാനോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്. ഷോയാനാണെന്ന് വെച്ചാൽ അതൊന്നും വേണ്ട, ഞാൻ ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണ, എനിക്ക് എന്റെ ഭർത്താവ് എന്നാ വലുത് എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വിട്ടു കൊടുക്കാതെ അവൾ മുറുകെ പിടിക്കുന്നുണ്ട്. ഷോയാന്റെ സുഖ വിവരങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് ഇറാൻ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് നാൻഫയുടെ പെങ്ങളില്ലേ സിയോയ, അവളെ കാണുന്നുണ്ട്. അവൾ എന്തിനാണ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ടിയാൻ വൈനെ കാണാനായിട്ടായിരുന്നു. ടിയാൻ വൈ ഏത് റൂമിലാ, എത്രാമത്തെ ഫ്ലോറിലാന്നൊക്കെ സിയോയ അവളുടെ അമ്മ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിലാണ് ഇറാന് ആ വഴി പോകുന്നത് സിയോയ കണ്ടത്. സിയോയക്ക് ഇറാനോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഇറാനെ കണ്ടത് സിയോയ ഫോണൊക്കെ നിലത്ത് വെച്ചിട്ട്, ഇറാൻ നീ എന്നാ ഇവിടെ, നീ ആരെങ്കിലും കാണാൻ വന്നാണോ, ഇന്ന് നീ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് പുറത്തേക്ക് പോകാമല്ലോ എന്ന് വെപ്രാളത്തോടുകൂടി ചോദിക്കുന്നുണ്ടെങ്കിൽ ഇറാൻ അവിടെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ഇറാൻ സിയോയ മൈൻഡ് ചെയ്യാതെ, ഇല്ല എനിക്ക് നല്ല വർക്കുണ്ട്, എനിക്കൊന്നും എങ്ങോട്ടും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. സിയോയാണെന്ന് വെച്ചാൽ ഇറാൻ പോകുന്നതും നോക്കിക്കൊണ്ട് നിൽക്കണം. നാൻഫയും ടിയാൻ വൈയും കൂടി റൂമിലെത്തിയിട്ടുണ്ട്. ടിയാൻ വൈ നാൻഫയുടെ കൈ മുറുകെ പിടിച്ചിട്ട്, അവൾ എന്തൊക്കെ പറയുന്നത്, അവൾ എന്നെ എന്ത് ചീത്തന്ന് പറഞ്ഞ, നീ എന്നിട്ട് അതൊക്കെ നോക്കിയൊന്നുമില്ല, നിനക്ക് എന്ത് ഇപ്പം എന്നെ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് ടിയാൻ വൈ ഭയങ്കരമായിട്ട് കരയുമ്പോൾ നാൻഫൈ അവൻ്റെ കൈ പിടിപ്പിച്ചിട്ട്, എനിക്കിപ്പോൾ പോകണം, അവർ പറഞ്ഞൊന്നും ഞാൻ ഉത്തരവാദിയല്ലോ, ഞാൻ പോകണമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ടിയാൻ വൈ കരഞ്ഞുകൊണ്ട് ദേഷ്യത്തോടുകൂടി നാൻഫനോട് ചോദിക്കുകയാണ്, നീ ആ ഷോയാനെ കാണാൻ പോകുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ നാൻഫ, ഇല്ല എനിക്ക് കുറേ വർക്ക് ഉണ്ട് ചെയ്യാനായിട്ട് ഓഫീസിൽ, എനിക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ ഓഫീസിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നാൻഫ അവിടെ നിന്ന് പോകുന്നു. നാൻഫ ആ പോയ സെക്കൻഡിൽ തന്നെ ടിയാൻ വൈ ഫോൺ എടുത്തിട്ട് സൈവൻ എന്ന് പറഞ്ഞ ഒരു ലേഡിനെ കുറിച്ച് അന്വേഷിക്കണമെന്നും അവളുടെ ജോലി ഏതാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് അവൾ അങ്ങോട്ട് പുറത്താക്കിയേക്കുന്നു ആരോടോ വിളിച്ചു പറയുന്നുണ്ട്. അവിടെ സീൻ കട്ടായി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഷോയ ഓടി സൈവൻ്റെ അടുത്തേക്ക് പോയിട്ട്, എനിക്ക് വേണ്ടിയല്ലോ നിന്റെ ജോലി ഇപ്പോൾ പോയത്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഷോയ പറയുന്നുണ്ടെങ്കിലും സൈവൻ അതൊന്നും കുഴപ്പമില്ല, എന്തായാലും ഈ ജോലി എനിക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല, എന്തായാലും ഇവിടെ നിന്ന് പോകണമെന്ന് വിചാരിക്കായിരുന്നു, ഇതേ ഭയങ്കര ഹെൽപ്പായി പോയി നീ ചെയ്തത്, പിന്നെ നിനക്ക് എൻ്റെ ജോലി പോയാൽ ഭയങ്കര വിഷമമുണ്ടെങ്കിൽ നീ എനിക്ക് ഒരു ഡിന്നർ വാങ്ങി തന്നോ, അപ്പം എൻ്റെ വിഷമമൊക്കെ മാറുമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും സന്തോഷത്തോടുകൂടി ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. സൈവന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ജോലി പോയാൽ, പക്ഷേ ഷോയാന് അവൾ കാരണമാണ് സൈവന്റെ ജോലി പോയെന്നുള്ള ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ ട്രീറ്റ് ഒക്കെ കഴിഞ്ഞ് ഷോയ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. നാൻഫ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോകാൻ ഒരുങ്ങായിരുന്നു. നാൻഫനോട് ഷോയാൻ പറയാണ്, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്, ഒരു 2 മിനിറ്റ് മതി, അത് കഴിഞ്ഞാൽ നിങ്ങൾ പൊക്കോ എന്ന് പറയുമ്പോൾ നാൻഫ പറയാണ്, 2 മിനിറ്റ് അല്ല, ഓക്കെ നീ പറഞ്ഞു എന്ന് പറയുമ്പോൾ, എൻ്റെ ഫ്രണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങളെ ചീത്ത പറഞ്ഞതിന് സോറി. ഷോയ ഇത് പറഞ്ഞു നിർത്തിയത് നാൻഫ വാച്ചിലേക്ക് നോക്കിയിട്ട് പറയാണ്, ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ്, 1 മിനിറ്റ് കൂടി ഉണ്ട്, വേഗം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ ഷോയ ഭയങ്കര സ്പീഡ് വെച്ചിട്ട് അവളുടെ ജോലികളെയാണോ നീ ചെയ്യേണ്ടത്, അവൾ എന്ത് പാവാണെന്നറിയോ, അവൾ ജോലികളിൽ നിന്ന് അവൾ എങ്ങനെ ജീവിക്കുന്നത് നീ ആലോചിച്ചിട്ടുണ്ടോ, എന്ത് യൂസ്ലെസ് ആയിട്ടുള്ള ട്രിക്കാണ് നീ യൂസ് ചെയ്തേക്കണേ, എന്തൊരു ബാഡ് ട്രിക്ക്, എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, നിനക്ക് ഒത്തിരി മനസാക്ഷി വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ നിർത്താതെ പറയുന്ന കേട്ടിട്ട് നാൻഫ പറയണം, നിർത്ത് ഇപ്പം നീ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നാൻഫ ഷോയാൻ്റെ അടുത്തേക്ക് നീങ്ങി വരുന്നുണ്ട്. നാൻഫ ഷോയാൻ്റെ അടുത്തേക്ക് നീങ്ങി വരുമ്പോൾ അവൾ പിന്നിക്ക് മാറിപ്പോയി അങ്ങനെ ഒരു സോഫയിലേക്ക് വീഴുന്നുണ്ട്. നാൻഫ ആണെങ്കിൽ കുനിഞ്ഞ് നിന്ന് അവളുടെ മുഖത്തോട് ചേർന്ന് നിന്നിട്ട് പറയാണ്, ഞാൻ കുറേ ട്രിക്സൊക്കെ യൂസ് ചെയ്യലുണ്ട്, പക്ഷേ ഇതുപോലെ ബാഡ് ട്രിക്ക് ഞാൻ യൂസ് ചെയ്യാറില്ല, ഞാനിത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ഷോയ നീ സത്യമാണോ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും ഇല്ലാതെ അവളുടെ ചുണ്ടിനോട്ട് എടുത്ത് നിൽക്കുമ്പോൾ ഷോയാനെ ഭയങ്കരമായിട്ട് ഫീൽ ആയിട്ടെന്ന് തോന്നുന്നു. അവനിപ്പോൾ കിസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവൾ കണ്ണടച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അവനത് പറഞ്ഞുകൊണ്ട് എണീറ്റ് പോയിരുന്നു. ബാക്കി എല്ലാം അവളുടെ തോന്നലായിരുന്നു. അപ്പോൾ ഞാൻ നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ നിന്നെ വിശ്വസിപ്പിക്കേണ്ട കാര്യം എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അവൻ്റെ ഗ്രാൻഡ് പാ അവിടെ വരുന്നത്. അതായത് മുത്തശ്ശന് മാത്രമേ ശരിക്കും ഷോയാനെ കല്യാണം കഴിച്ചതിൽ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. വേറെ നാൻഫയുടെ ഫാമിലി മെമ്പേഴ്സിന് ആർക്കും ഷോയാനെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ മുത്തശ്ശൻ വന്നപ്പോൾ തന്നെ ഷോയാൻ ഭയങ്കര ഹാപ്പിയിൽ പോയി മുത്തശ്ശനെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ ഇത്തിരി ഗൗരവത്തിലായിരുന്നേ. അതെന്താണെന്ന് വെച്ചാൽ സാങ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. സാങ് എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് ഇവരുടെ കമ്പനിയുടെ പ്രോപ്പർട്ടീസൊക്കെ വിറ്റു എന്നാണ് ഗ്രാൻഡ് പറയുന്നത്. സാൻ എന്ന് പറഞ്ഞ ആ കമ്പനി ടിയാൻ വൈയുടെ ഫാദറിൻ്റെ കമ്പനിയായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ്റെ വിചാരം ടിയാൻ വൈക്ക് വേണ്ടി നാൻഫ അവരുടെ ഫാമിലിയുടെ പ്രോപ്പർട്ടീസൊക്കെ അവർക്കെടുത്ത് കൊടുത്തതാണ് മുത്തശ്ശൻ്റെ വിചാരം. പക്ഷേ നാൻഫ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ബാഡ് ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് ടിയാൻ വൈ നാൻഫയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിയെടുത്തിരുന്നത്. അപ്പം മുത്തശ്ശന് ദേഷ്യം വന്നിട്ട് നാൻഫനെ ചാട്ടവാറുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കും. ഞാൻ വന്നിട്ട് തടഞ്ഞിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശ എന്താണ് സത്യം എന്ന് അറിഞ്ഞിട്ട് പോലെ തല്ലെന്നൊക്കെ, പ്ലീസ് ഇപ്പോൾ തല്ലല്ലേ എന്ന് പറഞ്ഞ് നാൻഫയുടെ പിന്നിലൂടെ ഷോയാൻ അടി തടയുമ്പോൾ 2-3 അടി ഷോയാനും കിട്ടുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ ഷോയാൻ പറഞ്ഞുകൊണ്ട് തല്ലലൊക്കെ നിർത്തി അവിടെ നിന്ന് പോകും. ചാട്ടവാറുകൊണ്ട് അടിച്ചുകൊണ്ട് നാൻഫയുടെ പിന്നിൽ നന്നായിട്ട് മുറിവ് വന്നിരുന്നേ. അപ്പം ബെഡിൽ കമന്ന് കിടന്ന് ഷർട്ടൊക്കെ സൈഡിലേക്ക് മാറ്റി ആ മുറിവൊക്കെ നന്നായി കാണുന്നുണ്ട്. അപ്പോഴാണ് ഷോയാൻ ഓയിൽമെൻറ്റിംഗ് കൊണ്ട് അതിൻ്റെ റൂമിലോട്ട് വരുന്നത്.
നാൻഫനെ മുത്തശ്ശന്റെ തല്ലിൽ നിന്നും തടഞ്ഞുകൊണ്ട് നാൻഫയ്ക്ക് ഷോയാനോട് ഒരു ചെറിയ ഇഷ്ടമൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ സൈവൻ വിളിച്ചിട്ട് ഷോയാനോട് നാൻഫ അല്ല ഇതൊക്കെ ചെയ്തത് ടൈവാനാണ്, എന്റെ ജോലി കളയാൻ കാരണം അവൾ. നാൻഫ പറഞ്ഞിട്ട് എന്റെ കമ്പനിക്കാർ എന്നെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്, പോരാത്തതിന് എനിക്ക് കോമ്പൻസേഷൻ ഒക്കെ തന്നിട്ടുണ്ട് എന്ന് പറയുന്നു. നാൻഫൻ ഇതും പറഞ്ഞ് ചീത്ത പറഞ്ഞില്ലേ, ആ ഒരു കുറ്റബോധത്തോടു കൂടിയാണ് ഷോയാൻ നാൻഫടത്തേക്ക് ഓൾമെന്റ് കൊണ്ട് പോകുന്നത്. അങ്ങനെ ഷോയാനോട് അനുമതി ചോദിച്ചിട്ടൊക്കെ നാൻഫ അവന്റെ പുറത്ത് ഓൾമെന്റ് പാറ്റി കൊടുക്കുമ്പോൾ അവൾക്കന്ന് ഭയങ്കര ഫീൽ ആയിട്ട് നാൻഫ പറയണം, നീ ഇപ്പൊ പുറത്തേക്ക് പോക്കോ, ഇത് ഞാൻ തന്നെ ഡീൽ ചെയ്തോണ്ട്, പിന്നെ വേറെ ഒരു ഓൾമെന്റ് ഞാൻ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്, നിന്റെ കാലം വന്നിട്ടില്ലേ അത് പറ്റാനാ അതും കൂടി എടുത്തോന്ന് പറയുമ്പോൾ ഷോയാനും ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് നാൻഫ വാങ്ങി വെച്ച ഓൾമെന്റ് കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്നത് നാൻഫ ഒരു ബാറിലിരുന്ന് ഭയങ്കരമായിട്ട് കുടിച്ചോണ്ടിരിക്കുകയാണ്. കിട്ടിയ ഭയങ്കരമായിട്ട് ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ടാണ് വന്നേക്കണേ. അവള് നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അവള് നാൻഫയുടെ അടുത്ത് നിന്നിട്ട് ഇന്ന് രാത്രി ഫുള്ള് നീ എന്റെ ഒപ്പം വേണമെന്ന് പറഞ്ഞ് അവനെ ഭയങ്കരമായിട്ട് മുറുക്കി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവിടെ സീൻ കട്ടെ. പിന്നെ നാൻഫ അവന്റെ വീട്ടിലേക്ക് ഭയങ്കരമായിട്ട് കുടിച്ച് ഓവറായിട്ട് കയറി വരുന്നതാണ് കാണിക്കുന്നത്. ഷോയാനെന്ന് വെച്ചാൽ അവൻ വരുന്നവരെ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ കുടിച്ചു വരുന്ന കണ്ടിട്ട് ഷോയാൻ അവനെ പിടിക്കാൻ പോകുമ്പോൾ രണ്ടുപേരും കൂടി മാറിയായിട്ട് സോഫയിലേക്ക് വീഴുന്നുണ്ട്. ഷോയാന്റെ ചിന്തകൾ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. നാൻഫ സോഫയിലേക്ക് വീഴുമ്പോൾ അവളെ കിസ് ചെയ്യാൻ വരുന്നതായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അത് മുഴുവൻ അവളെ തോന്നലായിരുന്നു. ഈ സമയം നാൻഫക്കും കൂടി അവളോട് എന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ട് കിസ് ചെയ്യാൻ ശരിക്കും പോകുന്നുണ്ടെങ്കിലും അവൻ പിന്നെ എന്തോ ഒക്കെ ആലോചിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് ഓടുന്നുണ്ട്. എന്നിട്ട് അവൻ റൂമിൽ ചെന്നിട്ട് നാൻഫ നീ എന്താ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഷോയാൻ ഒരു കേക്ക് കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പാടിയിട്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അപ്പൊ ഇന്ന് നാൻഫയുടെ ബർത്ത്ഡേ ആയിരുന്നു. നാൻഫ വരുന്നവരെ ഷോയാൻ വെയിറ്റ് ചെയ്തിരുന്നിരുന്നു. അതുകൊണ്ടായിരുന്നു കറക്റ്റ് 12 മണി ടൈമിൽ തന്നെയാണ് നാൻഫ വീട്ടിലേക്ക് കയറി വന്നത്. നാൻഫ കേക്ക് കൊടുത്തിട്ട് ഷോയാൻ ചോദിക്കാൻ, ഇത് ഞാൻ സ്വന്തമായിട്ട് എന്നെ കൈകൊണ്ട് ഉണ്ടാക്കിയതാണ് എന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്, എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നാൻഫ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അതിനൊരു പീസ് തിന്നിട്ട് ടേസ്റ്റ് ഉണ്ടോന്ന് നീ തന്നെ നോക്കിക്കോന്ന് പറഞ്ഞിട്ട് ഷോയാനെ കിസ് ചെയ്യുന്നുണ്ട്. ഷോയാനും ഇത് കുറെ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യമായതുകൊണ്ട് അവള് നാൻഫിനെ തടയാനൊന്നും പോയില്ല. അങ്ങനെ അവർ രണ്ടുപേരും നല്ല റൊമാൻറ്റിക് ആയിട്ട് ബെഡിലേക്ക് വീണ് കിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ തന്നെ ഇവരെപ്പോഴും 2 മുറിയിലായിട്ടാണ് കിടക്കാറ്. പക്ഷെ ഇന്ന് മാത്രം അവർ രണ്ടുപേരും ഒരു ബെഡിലാണ് കിടന്നിരുന്നത്. ഷോയാൻ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കര സന്തോഷമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നാൻഫയെ ഒന്ന് തലോടിക്കൊണ്ട് ചോദിക്കുകയാണ്, നാൻഫ ഇപ്പൊ ശരിക്കും ഞാൻ എൻ്റെ റിയൽ വൈഫായില്ലേ, എന്നോട് ശരിക്കും നിനക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നാൻഫ ഓർക്കപ്പിച്ചേല് ടിയാൻ വൈ എന്നാണ് പറയുന്നത്. അത് കേട്ടിട്ട് സങ്കടം വന്ന ഷോയാൻ അവിടെ നിന്ന് ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോകുന്നുണ്ട്. പക്ഷെ നാൻഫ പറയാൻ വന്ന കാര്യം കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പാണ് ഷോയാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത്. നാൻഫ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ ടിയാൻ വൈ എനിക്ക് തോന്നുന്നത് ഞാൻ ഷോയാനായിട്ട് ലവ് ആയിരുന്ന, എനിക്ക് അവളൊരു ഇഷ്ടം തോന്നി തുടങ്ങി. ഇങ്ങനെയാണ് നാൻഫ ഉറക്കത്തിൽ കിടന്ന് പറഞ്ഞിരുന്നത്. ഇതൊന്നും കേൾക്കാതെ ദേഷ്യത്തിൽ ഷോയാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിരുന്നു. അങ്ങനെ നാൻഫ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ചിരിച്ച് ഷോയാനോടുള്ള ഇഷ്ടം മുഖത്ത് കാണിച്ചുകൊണ്ടാണ് അവൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. പക്ഷെ ഉറക്കത്തിൽ നിന്നിട്ട് നോക്കുമ്പോൾ അവിടെ ഒന്നും ആരെയും കാണുന്നില്ല. ഷോയാൻ ഇതിനോടകം അവിടെ നിന്ന് പോയിരുന്നു. അപ്പോഴാണ് അവൻ സൈഡിലിരിക്കുന്ന ടാബിളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു പേപ്പർ കാണുന്നത്. അതെടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഡൈവോഴ്സ് എഗ്രിമെന്റ് ആയിരുന്നു. അവരുടെ ഡൈവോഴ്സ് എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് വെച്ചിട്ടാണ് ഷോയാൻ വീട് വിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഇത് കണ്ട് ആകെ സങ്കടമായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഷോയാൻ അന്വേഷിക്കാനായിട്ട് പുറത്തേക്ക് ഓടിപ്പോകുമ്പോൾ ടിയാൻ വൈ പുറത്തു നിന്ന് ഇവനിങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുന്നുണ്ട്. എന്നിട്ട് ഭയങ്കര കുരുട്ടുബുദ്ധിയോടെ അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഒരു ഫ്ലാഷ് ബാക്ക് ടിയാൻ വൈ ആലോചിക്കുന്നത്. രാത്രി അവർ രണ്ടുപേരും ഒന്നിച്ച് കുടിച്ചോണ്ടിരുന്നിരുന്നില്ലേ, അപ്പോഴാണെന്ന് വെച്ചാൽ ടിയാൻ വൈ നാൻഫയുടെ മുറുക്കി കെട്ടിപ്പിടിച്ച ആ ടൈമിൽ ടിയാൻ വൈ നാൻഫയുടെ പോക്കറ്റിൽ നാൻഫ അറിയാതെ വെച്ചതായിരുന്നു ഈ അഗ്രിമെന്റ്. ഇന്ന് രാവിലെ ടിയാൻ വൈ എന്ന് ഉറക്കപ്പിച്ചാലും നാൻഫ പറയുന്ന കണ്ടിട്ട് ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോയതായിരുന്നു ഷോയാൻ. അപ്പോഴാണ് ഈ അഗ്രിമെന്റ് കാണാനിടയായത്. ഈ അഗ്രിമെന്റ് കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഈ ദേഷ്യം ആ ദേഷ്യം എല്ലാം കൂടി വന്നിട്ട് അത് സൈൻ ചെയ്തു. ഇപ്പൊ അവർ രണ്ടുപേരും ഡൈവോഴ്സ് ആയി കഴിഞ്ഞു. ഷോയാൻ ആരില്ലാത്ത പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഷോയാൻ ആലോചിക്കുന്നുണ്ട്, ഞാൻ 3 വർഷമായി ഞാൻ നിന്നെ പ്രണയിക്കുന്നത്, 6 മാസത്തിനുള്ളിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും എനിക്ക് നിന്നെ കിട്ടിയിട്ടില്ല. ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല, ഞാൻ പ്രതീക്ഷിക്കാതെ ഇത് വന്നത്. പക്ഷേ എനിക്കിപ്പോഴും ടിയാൻ വൈനെ തന്നെ ഇഷ്ടം, എന്നോടൊരു ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഇനി നിന്റെ ജീവിതത്തിലേക്ക് ഒട്ടും വരില്ല. എനിക്കത് ഭയങ്കരമായിട്ട് ഇത് ആലോചിച്ചിട്ടാണ് ആളിങ്ങനെ നടന്നു പോകുന്നത്. നാൻഫാണെങ്കിൽ അവളെ അന്വേഷിച്ചുകൊണ്ട് എവിടെക്കോ ഓടുന്നുണ്ട്. അങ്ങനെ സൈവന്റെ അടുത്തൊക്കെ പോയിട്ട് അവളെ കണ്ടിട്ടുണ്ടോ, അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും സൈവൻ ഇവിടേക്ക് വന്നിട്ടില്ല, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലോ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ നാൻഫ അവിടെ നിന്ന് ഓടിപ്പോകാണ്. ഇതേ സമയം സൈവക്കും അവളെ കാണാനില്ല എന്ന് ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു. അങ്ങനെ ഷിയോയാനെയും അന്വേഷിച്ച് നടക്കുമ്പോഴാണ് നാൻഫക്ക് ഒരു കോൾ വരുന്നത്. അത് അവൻ്റെ അമ്മയാണ് വിളിച്ചിരുന്നത്. അമ്മ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഗ്രാൻഡ് സുഖില്ലാണ്ട് ഇപ്പോൾ ആശുപത്രി കിടക്കാണ്, വേഗം വരണം, തീരെ വയ്യാന്ന് പറയുന്നതെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ നാൻഫക്ക് ഇതിന് പോകണോ അതിന് പോകണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിട്ട് അവൻ ഹോസ്പിറ്റലിലേക്ക് ഗ്രാൻഡ് പേനെ കാണാൻ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ഇനി അധിക സമയമൊന്നുമില്ല, വേഗം കണ്ടവരൊക്കെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ എല്ലാവരും കൂട്ടത്തോടെ കരയുന്നുണ്ട്. നാൻഫ കയറി ഗ്രാൻഡ് പേനെ കാണുമ്പോഴാണ് ഗ്രാൻഡ് പേ സത്യങ്ങളൊക്കെ പറയുന്നത്. അതായത് അന്ന് കല്യാണ ദിവസമാണ് ഷോയാൻ
ഷായാന് ടിയാൻ ബൈനോട് നാൻഫയ്ക്ക് ഇഷ്ടമുണ്ടെന്ന് അറിയുന്നത്. അത് അറിഞ്ഞപ്പോൾ തന്നെ ഷായാൻ ഗ്രാൻഡ്പനോട് ഇനിയിപ്പോൾ എന്തിനാ ഞാൻ അവനെ കല്യാണം കഴിക്കുന്നത്, അവനക്ക് ശരിക്കും വേറൊരു പെൺകുട്ടീനെ ഇഷ്ടമല്ല, അവരുടെ ഇടയിൽ ഞാൻ എന്തായാലും കരടായിട്ട് നിൽക്കൂല, പ്ലീസ് ഗ്രാൻഡ്പ എനിക്ക് ഈ കല്യാണം വേണ്ട എന്ന് പറയുമ്പോൾ ഗ്രാൻഡ്പണ് അവളെ ഫോഴ്സ് ചെയ്തിട്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കുന്നത്. അത്ര നല്ല പെണ്ണെന്നല്ല, അവൾ ഫാൻ ഗ്രൂപ്പിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മാത്രമാണ് നാൻഫയുമായിട്ട് ഇഷ്ടത്തിലായതെന്നൊക്കെ ഗ്രാൻഡ്പക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് ഗ്രാൻഡ്പക്ക് ടിയാൻ ബൈനെ ഇഷ്ടമില്ലാത്തത്. അങ്ങനെ ഗ്രാൻഡ്പ ഷായോനോട് ഇവനെ തന്നെ കല്യാണം കഴിക്കണം, ഇവനക്ക് നീ എപ്പോഴും തുണയായിരിക്കണം എന്ന് പ്രോമിസ് ചെയ്യിപ്പിച്ചിട്ടാണ് കല്യാണം കഴിപ്പിച്ചത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതും ഗ്രാൻഡ്പ അപ്പം തന്നെ മരിച്ചുപോയി. നാൻഫ എന്ന് വെച്ചാൽ ഗ്രാൻഡ്പയുടെ അടുത്തിരുന്നിട്ട് എല്ലാ സങ്കടവും കൂടി കടിച്ചമർത്താണ്. മുത്തശ്ശൻ മരിച്ച കാര്യം ഷായാൻ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് അറിയുന്നത്. അതുകൊണ്ട് അവള് നേരം വൈകിട്ടാണ് മുത്തശ്ശൻ്റെ ആ ചടങ്ങിലേക്ക് പങ്കെടുത്തത്. ഇത്ര നേരം വൈകി വരുന്നതിന് ഷായാൻ നാൻഫനോട് സോറി ഒക്കെ പറയുന്നുണ്ട്. നാൻഫ അപ്പം നമ്മുടെ ബന്ധം ഒന്നും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഷായാൻ ഭയങ്കര ചൂടായിട്ട് ഒരു പ്രാവശ്യം എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോയാലും ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ, ഇത്രയും ഞാൻ വിഷമിച്ച ദിവസങ്ങളിൽ വേറെ ഉണ്ടായിട്ടേ ഇല്ല, ഇനി എനിക്കത് താല്പര്യമില്ല എന്ന് ദേഷ്യത്തോടെ പറയുന്ന കേട്ടിട്ട് നാൻഫക്കും അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തുകൊണ്ടാണ് തോന്നുന്നു. ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ രാത്രി നാൻഫ ഭയങ്കരമായിട്ട് കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. അവൻ വീട്ടിൽ കയറി വന്ന് അവൻ്റെ സോഫയിൽ ഇരിക്കുമ്പോൾ ഷായാൻ വന്ന് അവൻക്ക് ഹണി വാട്ടർ തേൻ്റെ വെള്ളം ഒക്കെ കൊടുക്കുന്നത് അവൻക്ക് ഇങ്ങനെ മനസ്സിൽ കൂടെ ഓടി വരുന്നുണ്ട്. പക്ഷെ അവിടെ ആക്ച്വലി ഷായാൻ ഉണ്ടായിരുന്നില്ല, അവളുടെ ഓർമ്മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നാൻഫ ചുറ്റി നോക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ മാറ്റി വേറെ സാധനങ്ങൾ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാൻഫ വേലക്കാരനോട് ഇതൊക്കെ ആരാ ചെയ്ത സാധനങ്ങളൊക്കെ എന്താന്ന് ചോദിക്കുമ്പോൾ വേലക്കാരി പറയാന്ന് അത് ടിയാൻ ബൈ മാഡം ചെയ്തതാ, ഞാൻ കുറേ പറഞ്ഞിട്ട് മാഡം കേട്ടില്ല, എല്ലായിടത്തും സ്റ്റോർ റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോഴാണ് ടിയാൻ ബൈ ഓടി വന്ന് നാൻഫനെ കെട്ടിപ്പിടിച്ചിട്ട് നാൻഫ നോക്കിയേ ഇപ്പൊ വീട് കാണാൻ നല്ല ഭംഗിയില്ലേ, ചുറ്റിന്ന് നോക്കിയൊക്കെ ഇഷ്ടമായില്ലേ നിനക്ക് എന്ന് പറഞ്ഞ് അവൾ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കൊണ്ടിരിക്കുമ്പോൾ നാൻഫക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ആ സാധനങ്ങൾ അവിടെ നിന്ന് മാറ്റിയത് നാൻഫക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പോരാത്തതിന് ഇപ്പൊ ഷായാൻ പോയതിന്റെ ആ വിഷമത്തിലാണ് നാൻഫ ഇരിക്കുന്നത്. ഷായാനോട് ഇഷ്ടം വന്ന ആ ടൈമിൽ തന്നെയാണ് അവൾ പോയതും. അപ്പൊ ഇതെല്ലാം ആലോചിച്ചിട്ട് തല പെരുത്തിട്ടാണെന്ന് തോന്നുന്നു നാൻഫ ടിയാൻ ബൈനെ ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കിയിടുന്നുണ്ട്. അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. പിറ്റേ ദിവസം രാവിലെ നാൻഫ ഷായാനെ സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് എണീക്കുന്നത്. അവൾ വന്നിട്ട് വിളിക്കുന്ന പോലെ ഇവൻ സ്വപ്നം കാണാണ്. അപ്പൊ പെട്ടെന്ന് അവൻ അവളുടെ ഓർമ്മയെ തന്നെ നെറ്റ് എണീച്ചിട്ട് അവളുടെ സാധനങ്ങളൊക്കെ വെച്ചൊരു സോക്കേസ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് നോക്കുമ്പോൾ അവളുടെ പഴയ ആൽബംസും പിന്നെ ഒരു ഡയറിയും കിട്ടുന്നുണ്ട്. ആ ഡയറി എടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് നാൻഫക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ഏകദേശം ഒരു 3 വർഷം മുമ്പ് തന്നെ നാൻഫ അറിയാതെ ഷായാൻ അവനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവൾ അതെല്ലാം ഡയറിയിൽ എഴുതി വെച്ചിരുന്നു. ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടുമുട്ടി, അവനോട് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി, വേറെ ആരോടും തോന്നാത്തൊരു ഇഷ്ടമാണ് എനിക്ക് അവനോട് തോന്നുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ഡയറി കുറിപ്പുണ്ട്. അത് കഴിഞ്ഞ് ഇന്ന് ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട ആളെ തന്നെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ വേറൊരു ഡയറി കുറിപ്പുണ്ട്. അത് വായിച്ചിട്ട് നാൻഫക്ക് ആകെ സങ്കടമായിട്ട് അവിടെ നിൽക്കുന്നു. അവിടെ സീൻ്റെ ടൈപ്പിനെ കാണിക്കുന്നത് നാൻഫ ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടിയാൻ ബൈ അവനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ അത് ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണ്. ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ 5 വർഷം കഴിഞ്ഞു. 5 വർഷമായിട്ട് ഷായാന്റെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല. നാൻഫ കുറെ അന്വേഷിച്ചിട്ടും അവളെ കുറിച്ച് ഒരു കാര്യം പോലും അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനിപ്പോൾ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ അവൻ പാർട്ടി കുടിച്ചിട്ടൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഡോർ ഓപ്പൺ ആകുമ്പോൾ ഇറാനും ഷായാനും കൂടി കൈ രണ്ടുപേരും കപ്പിൾസിനെ പോലെ ഇടയിൽ കൂടെ കിട്ടിയിട്ട് രണ്ടുപേരും നടന്നു വരുന്നത് കാണുന്നത്. അത് കണ്ടിട്ട് നാൻഫക്ക് ഭയങ്കര ആശ്ചര്യമായിട്ട് അവൻ ആലോചിക്കുന്നുണ്ട്, ഇവർ രണ്ടുപേരും ഒന്നിച്ചു വരുന്നത് എന്താ അവിടെ സംഭവിച്ചേക്കുന്നതെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. നാൻഫനെ കണ്ടിട്ടും ഇറാനും ഷായാനും അവനെ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നു. ഷായാൻ ചെന്നിട്ട് വാങ് എന്ന് പറഞ്ഞ ഒരാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വാങ് ചോദിക്കുന്നുണ്ട്, മിസ് ഷായാൻ നിങ്ങൾ എവിടെ കണ്ട പോലെ പരിചയമുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഷായാൻ പറയാണ്, അതിന് ചാൻസ് ഒന്നുമില്ല, ഞാൻ ഈ 5 വർഷമായിട്ട് ഫ്രാൻസിലായിരുന്നു, ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് നാൻഫ വന്നിട്ട് വാങ്ങിനോട് 1 മിനിറ്റ് എനിക്ക് ഷായാനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഷായാന്റെ കൈയും പിടിച്ച് അവിടെ നിന്ന് അവളെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവൾക്ക് ദേഷ്യം വന്നിട്ട് നാൻഫയുടെ കൈയെ അവൾ തട്ടി തെറിപ്പിച്ചിട്ട് അവനോട് നീ എന്തായി ചെയ്യുന്നത്, ഞാൻ ആരെങ്കിലും സഹായത്തിന് വേണ്ടി വിളിക്കണോ, മാറിക്ക് എനിക്ക് പോകണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ നാൻഫ പറയാനേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയുന്നുണ്ട്, ഈ 5 വർഷം നീ എവിടെ ആയിരുന്നു, നിന്നെ ഞാൻ കുറെ അന്വേഷിച്ചിട്ടും നിന്നെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഷായ ഭയങ്കര പുച്ഛത്തോടെ ഇപ്പൊ ഞാൻ ഇവിടെ ഉണ്ടായെന്ന് വെച്ചിട്ട് എന്ത് കാര്യം, നിന്റെ കൂടെ നിന്നിട്ട് എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്ന് പറയുന്നു. ഇവർ രണ്ടുപേരും ഇങ്ങനെ വർത്തമാനം പറയുന്നത് കേട്ടിട്ട് ഇറാൻ വന്ന് ഷായാന്റെ തോളിലൂടെ കൈയിട്ടിട്ട് എന്തൊക്കെ ഷായാൻ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷായാൻ ഒന്നുമില്ലാന്ന് പറയുന്നുണ്ടെങ്കിലും നാൻഫ പറയാണ് ഇത് ഞാനും അവളും തമ്മിലുള്ള പ്രശ്നം, അതിൻ്റെ ഇടയിൽ നീ ഇടപെടേണ്ട ആവശ്യമുണ്ടോ. ഇത് കേട്ടിട്ട് ഇറാൻ അവളുടെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പറയാണ് ഷായാൻ എന്റെ പെണ്ണ, അവൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ഇടപെടണ്ടേ. അങ്ങനെ ഭയങ്കര അഭിമാനത്തോടുകൂടി പറഞ്ഞിട്ട് ഷായാന്റെ നെറ്റത്ത് അവളെ ചേർത്ത് പിടിച്ച് ഇറാനോട് ഉമ്മ കൊടുക്കുന്നുണ്ട്. അത് കാണുന്ന താമസം നാൻഫക്ക് ദേഷ്യം വന്നിട്ട് ഇറാനെ
ഇറാന് ഒരു ഒറ്റ ഇടി കൊടുക്കുന്നു. ഇറാൻ അങ്ങനെ തല്ലിയതിന്റെ പേരിലാണെന്ന് തോന്നുന്നു. ആ സ്പോട്ടിൽ തന്നെ ഷായ നാൻഫയുടെ കവിളിൽ തന്നെ ഒരു അടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നാൻഫ ഒന്നും ചെയ്യാതെ ചമ്മി അവിടെ നിൽക്കുന്നു. നാൻഫ തിരിച്ച് അവൻ്റെ ഓഫീസിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ അവൻ്റെ മാനേജർ വന്നിട്ട് ഷായാനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും നാൻഫയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് 5 വർഷമായിട്ട് ഷായാൻ ഇവിടെ ഇല്ല, അവൻ ഫ്രാൻസിൽ എന്തോ ചെയ്യായിരുന്നു. പിന്നെ അവളുടെ പേര് ഇപ്പോൾ ഷായാൻ എന്നല്ല ജൂലിയ എന്നാണ് ഇപ്പം എല്ലാവരും അവളെ വിളിക്കുന്നതെന്നൊക്കെ നാൻഫിനോട് അവൻ്റെ മാനേജർ പറയുമ്പോൾ നാൻഫ ചിന്തിക്കുകയാണ്, വെറുതെ അല്ല ഞാൻ ഇത്ര വർഷം അവൾ അന്വേഷിച്ചിട്ട് കാണാണ്ടിരുന്നത്, ഫ്രാൻസിലൊക്കെ പോയി കിടന്നാൽ ഞാൻ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാനാണെന്ന് പറയുന്നുണ്ട്. അത് പോരാനിട്ട് അവൻ്റെ മാനേജർ പറയുന്നുണ്ട്, ഞാൻ പോയി പുറത്ത് വന്നിട്ടുണ്ട്, സാറിനെ കാണണമെന്നാ പറയുന്നത്, ഞാൻ എന്താ പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഭയങ്കര ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ലാന്ന്, എനിക്ക് അവളെ കാണേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് മാനേജർ ഓക്കെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിട്ട് ടിയാൻവൈനോട് നാൻഫ ഇവിടെ ഇല്ലെന്നും ആ ബിസിനസ് ആവശ്യത്തിനായിട്ട് പുറത്തേക്ക് പോയേക്കാണ്, വന്നാൽ ഉടനെ അറിയിക്കാന്ന് പറയുന്നുണ്ട്. ടിയാൻവൈക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ട് മാനേജറോട് ഇപ്പൊ ഷായാൻ തിരിച്ചു വന്നിട്ടില്ല, പ്രൈവറ്റ് ആയിട്ട് കാണാനെങ്ങാനും നാൻഫ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാനേജർ അതൊന്നും എനിക്കറിയില്ല, ഞാൻ ഇവിടുത്തെ മാനേജർ മാത്രമല്ലേ, അവരുടെ പേഴ്സണൽ കാര്യമല്ലോ അതൊക്കെ, എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ടിയാൻവൈ അവിടെ നിന്ന് പോയിട്ട് അവൾക്ക് ഏതോ ഒരു കമ്പനിയുടെ ഡയറക്ടറെ കാണാനായിട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ടിയാൻവൈയും സിയോയ അതായത് നാൻഫയുടെ പെങ്ങളും കൂടി ആ ഡയറക്ടറെ കാണാൻ വേണ്ടി ഏതോ ഒരു ഓഫീസിൽ എത്തിയിരുന്നു. അപ്പൊ പെട്ടെന്ന് ടിയാൻവൈ നടന്നു വരുന്ന വഴിക്ക് ഷോയാനെ മുട്ടിയിട്ട് ഷോയാന്റെ കയ്യിലുണ്ടായിരുന്ന എന്തോ സാധനങ്ങളൊക്കെ നിലത്തിരുന്നു. ടിയാൻവൈ അത് ഷോയാനാണെന്ന് അറിഞ്ഞോണ്ട് തന്നെയാണ് മുട്ടിയത്. ഷോയാൻ ഇപ്പൊ ആ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഷോയാന്റെ സാധനങ്ങളെല്ലാം ടിയാൻവൈ തട്ടി താഴ്ത്തിട്ടെങ്കിലും അവളൊരു സോറി പോലും പറയാതെ, ഓ നീ ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന, എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോ, പിന്നെ ഇവിടുത്തെ ഡയറക്ടർ എന്റെ ക്ലോസ് ഫ്രണ്ട് പോയി 2 ചായ വാങ്ങിക്കൊണ്ടുവരാൻ ഇത്തിരി അഹങ്കാരത്തോടുകൂടി ടിയാൻവൈ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ഡയറക്ടറിന്റെ ഫ്രണ്ട് അല്ലേ, ഇനി അവരോട് അപമര്യാദയായിട്ട് പെരുമാറിയാൽ ജോലി പോകാന്നുള്ള പേടിയിലാണെന്ന് തോന്നുന്നു. ഷോയാൻ വേഗം പോയിട്ട് 2 കോഫി വാങ്ങി അവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ അടുത്തിരുന്നിരുന്ന ഒരു ചെയറിൽ ഷോയാൻ കയറി ഇരുന്നിട്ട് കോഫി എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ച് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ കമ്പനി വർക്ക് ചെയ്യുന്ന വേറൊരു ലേഡി വന്നിട്ട് ഷോയാനോട് ഡയറക്ടർ ഷോയാൻ മീറ്റിംഗിന് എല്ലാവരും റെഡി ആയിട്ടുണ്ട്, താങ്കൾ വന്നാലെന്ന് പറഞ്ഞ് അവളെ വിളിക്കുന്നത്. അത് കേട്ടിട്ട് ടിയാൻവൈ കുടിച്ചോണ്ടിരുന്നിരുന്ന കോഫി അവളുടെ വായുന്ന് തോറ്റി പോവാണ് ചെയ്തത്. കാരണം അവൾ ഇത് കേട്ടത് ഞെട്ടിപ്പോയി. ഈ കമ്പനിയുടെ ഡയറക്ടർ ഷോയാൻ ആണെന്ന് ടിയാൻവൈക്ക് അറിയില്ലായിരുന്നു. ഷോയാൻ ഭയങ്കര അഭിമാനത്തോടുകൂടി ടിയാൻവൈയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, എന്താ നിന്റെ ഫ്രണ്ട് ഇവിടുത്തെ ഡയറക്ടറാണെന്ന് പറഞ്ഞല്ലേ, ഞാൻ അവിടുത്തെ ഡയറക്ടർ, പക്ഷെ എനിക്ക് നിന്നെ പോലത്തെ ഒരു ഫ്രണ്ട് ഒന്നുമില്ല, ഞാൻ നിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ട് കാണുന്നില്ല, ഓക്കെ ബൈ, നിങ്ങൾ കോഫി കുടിച്ചോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഷോയാൻ ഇങ്ങനെ പറഞ്ഞ ദേഷ്യത്തില് ടിയാൻവൈ കോഫി എടുത്ത് വലിച്ചെറിയുമ്പോൾ അത് സിയാറാന്റെ മേത്തേക്ക് തെറിക്കുന്നുണ്ട്. അപ്പോഴത്തെ ദേഷ്യത്തിൽ ചെയ്തുകൊണ്ടായതുകൊണ്ട് ടിയാൻവൈ സിയാറുടെ മേത്ത് വീണ ചായ ഒക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. ഷോയ എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലേ. അപ്പൊ ഞാൻ ഇനി തൊട്ട് അവളുടെ പേര് ജൂലിയ എന്ന് പറയാട്ടോ. അത് ജൂലിയ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ വന്ന് അവളുടെ കൈ കയറി പിടിച്ചിട്ട് വായോ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവളെ വലിച്ചുകൊണ്ട് പോകുന്നു. ജൂലിയ അവളുടെ കൈ കുടഞ്ഞെറിഞ്ഞിട്ട് പറയാണ്, നിന്റെ ഒപ്പം വരേണ്ട ആവശ്യമില്ല, പിന്നെ എനിക്കിന്ന് എന്റെ ബോയ് ഫ്രണ്ടിനായിട്ട് ഡിന്നർ കഴിക്കാൻ പോകാനുള്ളതാ, സോറി എന്ന് പറഞ്ഞ് അവൾ നടന്നു പോകുന്നുണ്ടെങ്കിലും നാൻഫ അവളെ പിടിച്ച് വലിച്ച് കാറി കയറ്റിയിട്ട് അവന്റെ ഓഫീസിലേക്ക് കൊണ്ടുവന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇറാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നേ. ഇറാനല്ലേ ശരിക്കും ഇപ്പൊ ജൂലിയയുടെ ബോയ് ഫ്രണ്ട്. നാൻഫ പിടിച്ചു വലിച്ച് കൊണ്ടുവന്നതായോണ്ട് ജൂലിയ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും, മര്യാദ തന്നെ വിട്ടോ ദേഷ്യത്തോടെ പറയുന്നുണ്ടെങ്കിലും നാൻഫക്ക് ഒരു പേടിയില്ലാതെ എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റും, ഞാൻ എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം എന്ന് പറയുന്നുണ്ട്. ജൂലിയക്ക് ദേഷ്യം വന്നിട്ട് അവിടെ ഉള്ള ഒരു സോഫയിൽ കയറി ഇരുന്നിട്ട്, നിനക്ക് വേണ്ടി വേസ്റ്റ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ടൈമൊന്നുമില്ല, പിന്നെ നിനക്ക് എത്ര നിർബന്ധമാണെന്ന് വേറെ ഒന്ന് പറ, എനിക്ക് പോയിട്ട് വേറെ കാര്യമുള്ളതാണെന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അപ്പൊ നാൻഫ ഭയങ്കര എളിമത്തോടെ വന്ന് ജൂലിയുടെ കാലിന്റെ താഴെ സീറ്റിൽ പോലും ഇരിക്കാണ്ട് താഴെ തറയിൽ ഇരുന്നിട്ട് ഷിയോയാൻ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ജൂലിയ മനസ്സിൽ വിചാരിക്കുകയാണ്, 5 വർഷങ്ങളായിട്ട് ഞാൻ ഈ പേര് കേട്ടിട്ടേ ഇല്ല, എല്ലാവരും എന്നെ ജൂലിയ എന്നാ വിളിക്കുക, ഷിയോയാന്ന് 5 വർഷത്തിന് ശേഷം ഒരാളെന്നെ വിളിക്കുന്നതെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പുറത്ത് കാട്ടാതെ അവൾ നാൻഫനോട് പറയാണ്, എൻ്റെ പേര് ഷിയോയാൻ എന്നല്ല, എൻ്റെ പേര് ജൂലിയ എന്നാ, പിന്നെ നിനക്കത് വിളിക്കാനുള്ള അവകാശമില്ല അധികാരമില്ല, അതുകൊണ്ട് നീ എന്നെ ഒന്നും വിളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയുന്നു. അങ്ങനെ ജൂലിയ അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് കറക്റ്റ് ഇറാന്റെ കോൾ വരുന്നത്. അപ്പൊ ജൂലിയ വേഗം അത് അറ്റൻഡ് ചെയ്തിട്ട് ഇറാനോട് സോറി ഞാൻ ഇപ്പൊ വരാം, കുറച്ചൊന്ന് ലേറ്റ് ആയി പോയി എന്ന് ഭയങ്കര സോഫ്റ്റി പറയുമ്പോൾ നാൻഫയ്ക്ക് അത് കണ്ട് സഹിച്ചിരിക്കാൻ പറ്റാതെ ജൂലിയുടെ കയ്യിൽ നിന്ന് നാൻഫ ഫോൺ തട്ടി പറിച്ചിട്ട് ഇന്ന് നിങ്ങളുടെ ഡേറ്റ് ക്യാൻസൽ ചെയ്തോ, അവളൊന്നും വരാൻ പോകുന്നില്ല എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ജൂലിയൊക്കെ ദേഷ്യം വന്ന് നാൻഫനോട് കുറെ ദേഷ്യപ്പെടുന്നുണ്ട്. ഫോൺ തരാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നാൻഫ ഫോൺ കൊടുക്കാതെ അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിന്റെ ഇടയിൽ അങ്ങനെ രണ്ടുപേരും സോഫയിലേക്ക് മറിഞ്ഞു കെട്ടി വീഴുമ്പോൾ ഇവർക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇവർ മറിഞ്ഞു കെട്ടി വീണിട്ടുണ്ടല്ലോ കല്യാണം കഴിച്ചതിന് ശേഷം. അങ്ങനെ അത് ഓർത്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അവിടേക്ക് ടിയാൻവൈ കയറി വരുന്നത്. ടിയാൻവൈ നിങ്ങൾ എന്തിവിടെ ചെയ്യുന്നതെന്ന് അത്ഭുതത്തോടുകൂടി ചോദിച്ചിട്ടാണ് അങ്ങനെ കയറി വരുന്നത്. ടിയാൻവൈനെ കണ്ടതും ജൂലി എഴുന്നേറ്റ് മര്യാദക്ക് ഇരുന്നിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ടിയാൻവൈ കുറെ ചൂടാവുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ ജൂലി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എന്നിട്ട് ടിയാൻവൈ നാൻഫനോട് ചൂടായിട്ട് പറയാണ്, ഇപ്പോഴും അവളെ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണോ നമ്മുടെ കല്യാണം ഇനി വരാൻ പോകുന്നത്, നിങ്ങളുടെ അമ്മ നമ്മുടെ കല്യാണത്തിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു തുടങ്ങി, ഇനിയിപ്പോൾ എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നാൻഫ പറയാണ്, ടിയാൻവൈ നിനക്ക് അറിയാവുന്നതല്ലേ, കുറെ വർഷങ്ങളായിട്ട് ഞാൻ നിന്നോട് സിസ്റ്ററിനെ പോലെ കാണുന്നത്, എനിക്ക് നിന്നോട് അങ്ങനത്തെ ഇഷ്ടമൊന്നും ഇല്ല, നീ എന്നെ വിട്ടേക്ക്, നമുക്ക് കല്യാണം കഴിക്കാനൊന്നും പറ്റൂല എന്ന് പറയുമ്പോൾ ടിയാൻവൈ ഭയങ്കരമായിട്ട് ചൂടായിട്ട് നിർത്തിക്കോ, ഇത് ഞാൻ കുറെ നാളായി കേൾക്കുന്നത്,
ഈ വർഷങ്ങളായിട്ട് ഞാൻ എടുത്ത എഫേർട്ടൊക്കെ വെറുതെ ആയാൽ നീ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ, ഞാൻ തന്നെ ആയിരിക്കും നിന്റെ വൈഫ് എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ നാൻഫ ഇതൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഇരിക്കുന്ന നേരത്താണ് അവൻ്റെ മാനേജർ വന്നിട്ട് ഒരു ഓർഫനേജിക്ക് നമ്മൾ കുറച്ച് പൈസ ഡൊണേഷൻ ചെയ്തിട്ടില്ലേ, ആ പാർട്ടിക്ക് നമ്മളെ വിളിച്ചിട്ട് എന്തായാലും അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയുന്നു. അപ്പോൾ നാൻഫ പറയാണ് എനിക്ക് പകരം വേറെ ആരെങ്കിലും വിട്ടോ, എനിക്കൊരു മൂടില്ല എന്ന് പറയുമ്പോൾ മാനേജർ ഒരു കടൽ ചിരി അടിച്ചിട്ട് പറയാണ് ജൂലിയ മാഡം, അതായത് ഷോയാന് നമ്മ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഷോയാൻ വരാനുള്ള ചാൻസ് ഉണ്ട്, അത് താങ്കൾ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നാൻഫ ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. പിന്നെ നാൻഫയുടെ അമ്മ ആരോ വെയിറ്റ് ചെയ്ത് ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നാൻഫയുടെ അമ്മ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. അതായത് നാൻഫയുടെ അമ്മനോട് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് അവൻ ഇപ്പോൾ അവളുടെ പിന്നാലെ തന്നെ നടക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അമ്മ അവളെ സമാധാനിപ്പിച്ച് അതൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തുകൊണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ഒരു കാര്യം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ അമ്മ റെസ്റ്റോറൻറ്റിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ജൂലി അങ്ങോട്ടേക്ക് വന്ന് അമ്മയുടെ ഫ്രണ്ടിൽ ഭയങ്കരമായിട്ട് അഹങ്കാരത്തോടുകൂടി ഇരിക്കുമ്പോൾ അമ്മ പറയാണ് വേഗം പറഞ്ഞോ, നിന്റെ പ്രൈസ് എത്രയാണെന്ന് പറയണം, എന്നെ മോൻ നിന്നെ ഡൈവോഴ്സ് ചെയ്തപ്പോൾ നിനക്ക് കോമ്പൻസേഷൻ ഒന്നും തന്നില്ലല്ലോ, ഇപ്പം എത്ര പൈസ നിനക്ക് വേണമെന്ന് പറഞ്ഞോ അത് ഞാൻ തന്നോളാം, പിന്നെ എൻ്റെ മോൻ്റെ ജീവിതത്തേക്ക് വെറുതെ വലിഞ്ഞു കയറി വരരുതെന്നൊക്കെ പറഞ്ഞ് നാൻഫയുടെ അമ്മ ജൂലിയനെ ഭയങ്കരമായിട്ട് ചീത്ത അറിയുമ്പോൾ ജൂലിയ പറയാണ് ഓക്കെ എനിക്ക് കോമ്പൻസേഷൻ തരുന്നത് നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, മോൻ്റെ സ്വത്തിൽ പകുതി എൻ്റെ പേര് എഴുതിത്താന്ന് പറയുന്നു. അത് കേട്ടിട്ട് നാൻഫയുടെ അമ്മ ഇവിടെ എൻ്റെ ആഗ്രഹം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ജൂലിയനെ കുറേ ചീത്ത പറയുമ്പോൾ ജൂലിയ പറയാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യം ചെയ്താൽ പോരെ, നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ടേക്ക്, പിന്നെ അതിനെക്കുറിച്ച് മിണ്ടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങളെ മോൻ്റെ പകുതി സ്വത്ത് എനിക്ക് എഴുതിത്തായോ, അതിനുള്ള ആസ്തി നിങ്ങൾക്കില്ലേ, എന്തേ നിങ്ങൾക്ക് അത്രയ്ക്ക് സ്വത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് നാൻഫയുടെ അമ്മനെ ജൂലിയെ പുച്ഛിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാൻഫയുടെ അമ്മ ആളെ തല്ലാനായിട്ട് കൈ ഓങ്ങുന്നുണ്ട്. കറക്റ്റ് സമയത്ത് നാൻഫ പിന്നിൽ നിന്ന് അമ്മ എന്ന് ഓർക്കനെ വിളിക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ നാൻഫ അവിടെ എത്തിയോണ്ട് ജൂലിയൊക്കെ തള്ളിയിട്ട് അത് രക്ഷപ്പെട്ടു. നാൻഫൻ അവിടെ എത്തിച്ചതിന്റെ ക്രെഡിറ്റ് അവളുടെ ഫ്രണ്ടില്ല സൈവൻ അവൾക്കായിരുന്നേ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അപ്പൊ അമ്മയുടെ സ്വഭാവം എന്താന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സെയിം ടൈമിൽ നാൻഫനെ സൈവൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ജൂലിയെയും സൈവനും കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട്. അമ്മനോട് നാൻഫ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നാൻഫ പറയാണ് അവൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, ഇനി നിങ്ങൾ അവളെ കാണാനൊന്നും പോകരുത്, സിയോയാനെയും നിങ്ങളെ കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടാ, എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ എല്ലാ പൈസയും ഇപ്പോൾ തീർന്നു നിങ്ങൾ ദൂർത്തടിച്ചിട്ട്, ഇനി ഒന്ന് ചിലവൊക്കെ കുറച്ച് ചെയ്യും, നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യണില്ല എന്നറിയാലോ, അവരെ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ല, നിങ്ങൾ രണ്ടുപേരും ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്നായിരുന്നെങ്കിൽ ഇത്തിരി ഉപകാരമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മനെ നാൻഫ ചീത്ത പറയുന്നുണ്ട്. നീ ഒരു ആവശ്യമില്ലാത്ത പെണ്ണിന് വേണ്ടിയാ ഇങ്ങനെ ഞങ്ങളോട് തല്ല് പിടിക്കുന്നതെന്ന് പറയുമ്പോൾ നാൻഫ പറയാണ് ഞാൻ അവളെ ഇഷ്ടപ്പെടുന്ന പെണ്ണ, അവൾ എൻ്റെ പെണ്ണ, അത് ആവശ്യമില്ലാത്ത പെണ്ണല്ല എന്ന് നാൻഫ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ചാരിറ്റി പ്രോഗ്രാമിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അത് നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമായിരുന്നു. ഓൾറെഡി ടിയാൻ വൈ അവിടെ നേരത്തെ വന്നിരുന്നിരുന്നു. അപ്പോൾ റാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വന്നിട്ട് ടിയാൻ വൈനോട് നാൻഫ വന്നില്ല അവൻ എന്താ ലേറ്റ് ആവുന്നതെന്ന് ചോദിക്കുമ്പോൾ ടിയാൻ വൈ അവൻ ഇത്തിരി ലേറ്റ് ആവും, ഇത്തിരി ബിസിയിലാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വാങ് ഒരു ഗ്ലാസ് വൈന് അവൾക്ക് കൊടുക്കാൻ നേരത്താണ് പെട്ടെന്ന് ഇറാനും ജൂലിയും കൂടി അവിടേക്ക് വരുന്നത് വാങ് കാണുന്നത്. അപ്പോൾ ഈ ഗ്ലാസ് വൈന് ടിയാൻ വൈക്ക് കൊടുക്കാതെ നേരെ ഇറാന്റെ നേരെ പോയിട്ട് അത് ജൂലിയക്ക് നീരി കൊടുക്കാണ്. അത് കണ്ടിട്ട് ടിയാൻ വൈക്ക് ഒന്നും കൂടി വിഷമാകുന്നു. ലേലം വിളിച്ചാണ് ഈ ഓർഫനേജിക്ക് ഫണ്ട് കണ്ടെത്തുന്നത്. എന്തൊരു ചെറിയ സാധനങ്ങൾ പോലും ലേലം വിളിച്ചിട്ട് ഓർഫനേജിക്ക് കൂടുതൽ ഫണ്ട് തരണമെന്ന് ആഗ്രഹമുള്ളവർ കൂടുതൽ എമൗണ്ട് ഓഫർ ചെയ്യാം. അങ്ങനെയാണ് ഓർഫനേജിക്ക് വേണ്ട ഫണ്ടൊക്കെ കണ്ടെത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ ലേലം വിളിക്കാൻ നിൽക്കുന്നത് ജൂലിയാണ്. അവളുടെ കമ്മലിനാണ് ലേലം വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഒരാൾ 10,000 പിന്നെ ഒരാൾ 50,000 പറയുമ്പോൾ ജൂലിയാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ബോയ് ഫ്രണ്ട് ഇറാൻ 2 ലക്ഷം രൂപ എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞ് ലേലം ഉറപ്പിക്കുന്ന ആ സമയത്താണ് നാൻഫ അവിടേക്ക് വന്നിട്ട് 3 ലക്ഷം എന്ന് പറയുന്നത്. നേരെ എതിരായിട്ട് ഇറാൻ 4 ലക്ഷം പറയുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കാതെ നാൻഫ 1 കോടി രൂപയാണ് പറഞ്ഞത്. അതിനെതിരായിട്ട് ഇറാൻ ലേലം വിളിക്കാൻ വാ തുറക്കുന്നുണ്ടെങ്കിലും ജൂലിയ അവളുടെ കൈ കൊണ്ട് ഇറാനോട് മിണ്ടാണ്ടിക്ക് ലേലം വിളിക്കണ്ട എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ 1 കോടി രൂപക്ക് ജൂലിയയുടെ 2 കമ്മല് അവിടെ ലേലം വിളിച്ച് പോകാണ്. അത് കമ്മലൂരി ജൂലിയ നാൻഫയ്ക്ക് നീട്ടുമ്പോൾ നാൻഫ പറയാണ് അത് നിന്റെ കാതി കിടക്കുന്നത് നല്ലത്, അത് അവിടെ തന്നെ കിടന്നോട്ടെ എന്ന് പറയുമ്പോൾ അവൾ അതിന്റെ ആവശ്യമില്ല, നീ തന്നെ എടുത്തോ എന്ന് പറഞ്ഞ് നാൻഫയ്ക്ക് നേരെ നീട്ടുന്നുണ്ട്. അപ്പൊ നാൻഫ 2 കപ്പ് വൈനുമായി വന്നിട്ട് ഈ കമ്മൽ വേണ്ട, പകരം നീ എൻ്റെ ഒരു ഡ്രിങ്ക് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് 2 പേരുടെ കൈയും ഇടയിൽ കൂടെ കോർത്തിട്ട് കപ്പിൾസ് ഡ്രിങ്ക് കുടിക്കുന്ന പോലെ അവൻ കുടിക്കുന്നുണ്ട്. പക്ഷെ അവള് ആ കുടിക്കാതെ നോക്കി നിൽക്കണം. ഇതെല്ലാം കണ്ട് ഇറാന് ദേഷ്യം വരുന്നുണ്ട്. ടിയാൻ വൈക്കാണെങ്കിൽ കുശുമ്പും വരുന്നുണ്ട്. ടിയാൻ വൈ അവൾ ഇരുന്നിരുന്ന സ്ഥലത്ത് നിന്നിട്ട് ഇറാന്റെ അടുത്ത് പോയിരുന്നിട്ട് ഇറാനോട് നിങ്ങൾ ശരിക്കും എന്താ ബന്ധം, നിന്റെ മുന്നിൽ വെച്ചാൽ അവൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ കുശുമ്പ് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് നാൻഫ ജൂലിയാനോട് നീയും ഇറാനും തമ്മിൽ ശരിക്കും ഡൈറ്റിംഗ് തന്നെയാണോ, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ ജൂലിയ എതിർത്തുണ്ട് അതെന്താ എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടൂടെ എന്ന് ചോദിക്കുന്നു. അത് കേട്ടിട്ട് നാൻഫ ചിരിച്ചുകൊണ്ട് അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് നിർത്തിയിട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ എല്ലാവരും ചുറ്റിരിക്കുന്നുണ്ട്. ജൂലിയനെ നാൻഫ അങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ ആദ്യം തന്നെ അവൾക്ക് എതിർക്കാനൊന്നും പറ്റിയില്ല. പിന്നെ പെട്ടെന്ന് ബോധം വന്നിട്ട് അവനെ തട്ടി മാറ്റിയിട്ട് നീ എന്താ ഈ ചെയ്യുന്നത്, ഡിവോഴ്സിന് ആവശ്യപ്പെട്ടത് നീ തന്നെയല്ലേ, പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ എന്നെ ഇഷ്ടമാണെന്നുള്ള അർത്ഥത്തിൽ
ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടണേ എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോകുന്നുണ്ട്. നാൻഫക്ക് പക്ഷെ ഒന്നും മനസ്സിലായില്ല. അവൻ ആലോചിക്കാണ് ഡൈവോഴ്സിന് ഞാനാണ് മുൻകൈ എടുത്തതെന്നോ, അവളല്ല എനിക്ക് ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞു പോയത്, ഇപ്പം എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ആലോചിച്ചിരിക്കുന്നു. ജൂലിയ ഇറാനും കൂടി അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഒരു കുട്ടി വീടിൻ്റെ അകത്തുനിന്ന് ഓടി വന്നിട്ട് ജൂലിയനെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മ എന്താ ഇത്ര നേരം വൈകിയ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ജൂലിയക്ക് ഇപ്പോൾ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് സൈവണ് അവിടെ രാവിലെ മുതൽ നോക്കാൻ വന്നിരിക്കുകയാണ്. ജൂലിയ ഭയങ്കര ബിസി ആയിരിക്കുന്നതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് സൈവൻ അവിടെ നോക്കാനിരിക്കുന്നുണ്ട്. ഇവരിങ്ങനെ ഒരു ഫാമിലി ആയിട്ട് നിൽക്കുന്നത് ആ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. കാണിക്കുന്നത് നാൻഫൈ ഭയങ്കരമായിട്ട് കുടിക്കുന്നതാണ്. അപ്പോൾ അവിടെ ടിയാൻഫൈ വന്നിട്ട് നാൻഫൈനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, നാൻഫ നീ ഇപ്പോഴും അവളുടെ കാര്യം ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവളെന്ന് വെച്ചാൽ അവിടെ സുഖമായിട്ട് ഒരു കുട്ടിയും എല്ലാവരുമായിട്ട് നല്ല ഫാമിലി ആയിട്ട് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. ഇറാനും ഷഹോയാനും വർഷങ്ങളായിട്ട് പ്രണയത്തില്ല, അവർക്ക് കുട്ടിയുണ്ടെന്ന് പറഞ്ഞ് ഒളിച്ചു നിന്ന് എടുത്ത ആ ഫോട്ടോ ഇല്ലേ, അത് ടിയാൻഫൈ നാൻഫൈക്ക് കാട്ടിക്കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നാൻഫൈ ഒട്ടും വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് അത് ടിയാൻഫൈ ആണ് പറയുന്നത്, അതോടെ തീരെ വിശ്വസിക്കുന്നില്ല. പക്ഷെ ടിയാൻഫൈ എന്ന് വെച്ചാൽ അവനെല്ലാം മനസ്സിലായെന്ന മെട്ടില് ഈ ലോകത്ത് ഞാൻ മാത്രം നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, എന്നെ പോലെ നിന്നെ ആരും സ്നേഹിക്കില്ല എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കവളൊരു ഉമ്മ കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിലും നാൻഫ അവന്റെ മുഖം തിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പിറ്റേ ദിവസം ഇവള് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അറിയാൻ വേണ്ടി ജൂലിയുടെ പിന്നാലെ പോവായിരുന്നു നാൻഫ. അപ്പൊ ഇറാനും ജൂലിയും കൂടി ആ കുട്ടീനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ കുട്ടി ജൂലിയാനെ അമ്മ അമ്മ എന്ന് തന്നെ വിളിക്കുന്നത്. പക്ഷെ ഇറാനെ പപ്പാന്നല്ലായിരുന്നു വിളിച്ചിരുന്നത്. ജൂലിയ ഭയങ്കര സന്തോഷത്തോടുകൂടി ഇറാനോട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കൊണ്ടുവന്നാക്കി തന്നതിന് നന്ദി ഉണ്ടെന്ന് പറയുമ്പോൾ ഇറാൻ പറയാണ് നീ ഇപ്പോഴും പഴയ പോലെ തന്നെ എന്നെന്തോ അന്യനായിട്ട് കണ്ട് ഇങ്ങനെ പൊളൈറ്റായിട്ട് സംസാരിക്കല്ലേ എന്ന് പറയുമ്പോൾ ജൂലിയ നോക്കി അവനോട് ചിരിച്ചിട്ട് എന്നാ ശരി ബൈ ബൈ എന്ന് പറഞ്ഞ് അവനെ യാത്ര അയക്കുന്നുണ്ട്. ആ കുട്ടിയെ അവളെ നോക്കാൻ ഏൽപ്പിച്ച ഒരു സ്ത്രീ വന്നിട്ട് കൊണ്ടുപോകുന്നുണ്ട് സ്കൂളിലേക്ക്. ഇതെല്ലാം നോക്കിക്കൊണ്ട് നാൻഫ കാറിലിരിക്കുന്നുണ്ടായിരുന്നു. ഈ കുട്ടി അവിടെ നിന്ന് പോയ ആ സെയിം ടൈമിൽ നാൻഫ ആ കുട്ടിയുടെ പിന്നാലെ പോയി ആ കുട്ടിയുടെ ഫ്രണ്ടിലായി ഇരിക്കുന്നുണ്ട്. ജൂലിയ അവളുടെ ഓഫീസിൽ എന്തോ ഫണ്ടിൻ്റെ പേപ്പേഴ്സ് ഒക്കെ നോക്കി വരുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഇപ്രാവശ്യം ഫണ്ടിങ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പഴയ ഡയറക്ടർ ആയിരുന്നപ്പോൾ ഇവിടെ ഫണ്ടിന് ഒരു കുറവും വന്നിരുന്നില്ല. കാരണം മിസ്റ്റർ വാങ് ഇല്ലേ, ആ ഓർഫനേജിന് വേണ്ടി ഫണ്ടൊക്കെ പിരിച്ചെന്ന ആൾ, അയാൾ ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് ഫണ്ടൊക്കെ വേഗം അറേഞ്ച് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ ഡയറക്ടർ മാറി ജൂലിയ ആയതിനു ശേഷം മിസ്റ്റർ വാങ് അധികം ഫണ്ട്സ് ഒന്നും തരുന്നില്ല. കാരണം മിസ്റ്റർ വാങ് ഇത് റോങ് ആണ്. ആദ്യത്തെ ഡയറക്ടറായിട്ട് ഇയാൾക്ക് എന്ത് ചെറിയ ചുറ്റിക്കളിക്ക് ഉണ്ടായിരുന്നു. അത് ജൂലിയയുടെ മാനേജർ അവളോട് പറയുമ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് ഒരു ഇൻവെസ്റ്ററിനെ എന്തായാലും നോക്കാന്ന് വെച്ചാൽ അത് ഇമ്പോസിബിൾ ആണ്. ഒരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി മിസ്റ്റർ വാങ് ആയിട്ട് എനിക്കൊരു ഡിന്നർ അറേഞ്ച് ചെയ്യും, അയാളെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ മാനേജർ പറയാണ് അയാൾ ഇത്തിരി റോങ് ആ മേഡം അങ്ങോട്ട് പോകണ്ടെന്ന് പറയുമ്പോൾ ജൂലിയ പറയാണ് ഈ ടൈമിൽ അതൊന്നും നോക്കി എന്നിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കലാണ് അവൾക്ക് സൈവന്റെ കോൾ വരുന്നത്. സൈവൻ വിളിച്ചിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലിറ്റിൽ മൂണിനെ കാണാനില്ലാന്നായിരുന്നു. ലിറ്റിൽ മൂൺ എന്ന് വെച്ചാൽ ജൂലിയയുടെ മോളായിരുന്നു. അവൾ അത് കേട്ട വർഷം തന്നെ ആകെ ടെൻഷൻ അടിച്ചിട്ട് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. എല്ലാ മീറ്റിംഗ്സും അവൾ ക്യാൻസൽ ചെയ്തു. നമ്മളെ കാണിക്കുന്നത് ലിറ്റിൽ മൂൺ എവിടെയാണെന്നാണ്. ലിറ്റിൽ മൂണിന് ഐസ്ക്രീം വാങ്ങി മയക്കിയിട്ട് നാൻഫ ഒരു റെസ്റ്റോറന്റിൽ കൊണ്ട് ഇരുത്തിയൊക്കെ. പക്ഷെ ലിറ്റിൽ മൂണിന് ഐസ്ക്രീം വാങ്ങി കൊടുത്തിട്ട് അവൾ അതൊരു തുണ്ട് പോലും തൊടുന്നില്ല. അവൾ പറഞ്ഞത് അമ്മ പറഞ്ഞിട്ടുണ്ട് പരിചയമില്ലാത്ത ആര് എന്തെന്നാലും വാങ്ങാൻ പാടില്ലാന്ന്. എനിക്ക് നിങ്ങളെ പരിചയമില്ലല്ലോ, പിന്നെ അങ്ങനെ ഞാനിത് തിന്നാന്ന് ചോദിക്കുമ്പോൾ നാൻഫ പറയാണ് ഓക്കെ ഞാനെന്നെ പരിചയപ്പെടുത്താം, എൻ്റെ പേര് ഷെങ് നാൻഫ എന്നാണ്, നിന്റെ അമ്മയുടെ ആരുടെ ഭർത്താവ് ഞാനായിരുന്നു എന്ന് പറയുമ്പോൾ ലിറ്റിൽ മൂൺ പറയാണ് ആണോ അപ്പൊ നിങ്ങൾ എൻ്റെ അച്ഛനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ചിരിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ കൊടുത്ത് പരിചയപ്പെട്ടിട്ട് അവൾ ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. ആ ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കൊടുത്ത് നാൻഫ തിരിച്ച് ലിറ്റിൽ മൂണിനെ ജൂലിയയുടെ അടുത്ത് ആക്കുമ്പോൾ അവൾ ആ കാര്യം വിഷമിച്ചിരിക്കുകയായിരുന്നു. കാരണം ലിറ്റിൽ മൂണിനെ കാണാത്തതുകൊണ്ട്. ലിറ്റിൽ മൂണിനെ കാണുമ്പോൾ തന്നെ അവൾ ഓടിച്ചെന്ന് ആ കുട്ടീനെ വാരി എടുത്തിട്ട് നീ എവിടെയായിരുന്നു അമ്മ എത്ര പേടിച്ചെന്ന് അറിയോ എന്ന് ചോദിച്ചിട്ട് കുറെ ഉമ്മ ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നാൻഫ അങ്ങനെ നോക്കിക്കാണ്. നാൻഫനെ കണ്ടതും ജൂലിയ ചെന്നിട്ട് നിങ്ങൾ ഒരുപാടായി നിങ്ങളെ ശല്യം ചെയ്യുന്നത്, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല എനിക്ക് നിങ്ങളായിട്ട് ഇനി മുന്നോട്ട് പോകാൻ ഒരു താല്പര്യമില്ല, ഇനി എൻ്റെ പിന്നാലെ വന്നാൽ ഞാൻ പോലീസിനെ വിളിക്കുന്നത് ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ നാൻഫയുടെ മുഖത്തടിച്ച പോലെ പറഞ്ഞിട്ട് അവൾ ലിറ്റിൽ മൂണിനെ എടുത്തുകൊണ്ട് പോകുന്നത്. നാൻഫ എനിക്ക് കൊച്ചിനെ കുറിച്ച് കുറച്ച് എക്സ്പ്ലനേഷൻ വേണം, ഈ ലിറ്റിൽ മൂൺ എവിടെയാണ് നിനക്ക് കിട്ടിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ലിറ്റിൽ മൂണിനെ നിലത്ത് നിർത്തിക്കൊണ്ട് ജൂലിയ മമ്മ ഇപ്പൊ വരാം അവരോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ കൊച്ചിനെ പറഞ്ഞയക്കുന്നുണ്ട്. ആ കൊച്ചു പോയപ്പോൾ തന്നെ നാൻഫ ഒരു റിപ്പോർട്ട് എടുത്തിട്ട് കാട്ടിക്കൊടുക്കാണ് ഇവൾ എൻ്റെ മോൾ തന്നെ, നീ എന്നോട് പറയാണ്ടിരുന്നത്, നിനക്ക് അപ്പളെ എന്നോട് പറഞ്ഞൂടായിരുന്നു, ലിറ്റിൽ മൂണിന്റെ കാര്യത്തിൽ എനിക്കൊരു അവകാശമില്ലാന്ന് നീ പറയണ്ട, കാരണം ഇത് എൻ്റെ മോൾ എന്നാന്ന് ആ റിപ്പോർട്ട് എടുത്ത് കാട്ടിക്കൊടുക്കുന്നുണ്ട്. ജൂലിയാണെന്ന് വെച്ചാൽ ഒരു കൂസലില്ലാണ്ട് നിങ്ങൾക്ക് അതിനുള്ള അർഹത ഉണ്ടാ, അവളുടെ അച്ഛനാവാനുള്ള ഒരു അർഹത നിങ്ങൾക്ക് ഇല്ലാന്ന് തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ജൂലിയ നാൻഫയ്ക്ക് ഡൈവേഴ്സ് കൊടുത്തിട്ട് അവൾ അങ്ങനെ നടന്നു പോകുമ്പോൾ അവൾക്ക് ഒരു ആക്സിഡന്റ് പറ്റുന്നുണ്ട്. ആക്സിഡന്റ് പറ്റി ചെക്ക് ചെയ്യുമ്പോൾ അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്. അത് അറിഞ്ഞ ശേഷം തന്നെ നാൻഫയുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നാൻഫയും ടിയാൻബായും കൂടി സന്തോഷമായിട്ട് നാൻഫയുടെ കൈയും പിടിച്ച് ടിയാൻബായും സന്തോഷത്തോടുകൂടി അവിടെ നിന്ന് നടന്നു പോകുന്നത് കാണുന്നുണ്ട്. കണ്ടപ്പോൾ തന്നെ ജൂലിയക്ക് തീരെ സഹിക്കാൻ പറ്റാതെ അവൾ പിന്നെ തിരിച്ചു പോകണമെന്ന് തീരുമാനിച്ചു. ഇറാന്റെ സഹായത്തോടുകൂടിയാണ് അവൾ പിന്നെ ഫ്രാൻസിലേക്ക് പോയത്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും എൻ്റെ മോളുടെ അച്ഛനാവാനുള്ള അർഹത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അവളൊന്ന് നോക്കാനോ അല്ലെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ എന്നെ നോക്കാനോ നിങ്ങൾക്ക് പറ്റില്ലല്ലോ, പിന്നെ ഇനി അവളുടെ അവകാശം പറഞ്ഞു തരണ്ട,
ഞങ്ങൾ രണ്ടാളോടും ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഇനി ഞങ്ങളെ കൺമുന്നിൽ വേറെ ഇതെന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഭയങ്കര ദയനീയായിട്ട് ജൂലിയുടെ കാലിൽ പിടിച്ചിട്ട് എനിക്ക് നിന്നെ എത്ര ഇഷ്ടമാണെന്ന് അറിയാമെന്ന് പറയുമ്പോൾ ജൂലിയ അവൻ്റെ കൈ തട്ടിക്കളയുന്നുണ്ട്. ആണെങ്കിൽ ജൂലിയുടെ കാൽ കീഴിലിരുന്നിട്ട് നമുക്ക് ഇനിയും കല്യാണം കഴിച്ചിട്ട് നമുക്ക് ബെറ്റർ ലൈഫിനെ ലീഡ് ചെയ്യാം, മനസ്സിലായ അവൾ എൻ്റെ മോൾ തന്നെയാണ്, നീ ഇല്ലാതെ എനിക്ക് പറ്റണില്ല ഷാവയ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജൂലി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലേ. അവൾ ഇപ്പോഴും ഭയങ്കര ഗൗരവത്തിലാണ്. ആദ്യം ഞാൻ ആവർത്തിച്ച മിസ്റ്റേക്ക് ഇനി ഞാൻ ആവർത്തിക്കൂല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. എത്ര പറഞ്ഞിട്ടും ജൂലിയെ സമ്മതിക്കാണ്ടായപ്പോൾ നാൻഫ അവൻ ലിറ്റിൽ മോണ് അവൻ്റെ മോളാണെന്ന് എങ്ങനെ തെളിയിച്ചെന്ന് വെച്ചാൽ DNA ടെസ്റ്റ് ചെയ്തിട്ടായിരുന്നു. ആ DNA റിസൾട്ട് അവിടെ ടേബിളിൽ വെച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ജൂലിയക്ക് വർക്കിലും പോകണം, ലിറ്റിൽ മോണിനെ സ്കൂളിലും പറഞ്ഞയക്കണം. അങ്ങനെ രണ്ടും കൂടി ലേറ്റ് ആയിട്ട് അവൾ ഭയങ്കര ഫാസ്റ്റിൽ ഓടി വരായിരുന്നു. അപ്പോഴാണ് നാൻഫ കാറുമായിട്ട് വന്ന് ലിറ്റിൽ മോൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയാണ്, ഞാൻ ഇന്ന് ഇവിടെ സ്കൂളിൽ കൊണ്ടാക്കിക്കോളാം, അതുപോലെ തന്നെ നിന്നെ ഞാൻ വർക്കിനാക്കിക്കൊണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ജൂലിയ അതിന് തീരെ സമ്മതിക്കുന്നില്ല. നാൻഫ നിർബന്ധിച്ചിട്ട് പറയാണ്, നീ അവിടുത്തെ ഡയറക്ടറാ, ഇപ്പോഴേ സബോർഡിനേറ്റിൻ്റെ മുന്നിൽ ലേറ്റ് ആയിക്കോ പോയി എനിക്ക് ചീത്തപ്പേരാക്കണോ, ഞാൻ നിന്നെ നേരത്തെ അവിടെ എത്തിച്ചുകൊണ്ട് ഇപ്പം തന്നെ ലേറ്റായി, നീ നോക്കിയേ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവളെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ദേഷ്യപ്പെട്ടിട്ട് ഞാനൊന്നുമില്ല, ഒരു കാര്യം ചെയ്യും ലിറ്റിൽ മോളിനെ നീ സ്കൂളിലാക്കിക്കോ, ഞാൻ ടാക്സി വിളിച്ച് പൊക്കോണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യത്തിൽ പോകുന്നുണ്ട്. അതുപോലെ ലിറ്റിൽ മോളിനോട് പറയുന്നുണ്ട്, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഈ അടുപ്പം പോകാണ്ട് അമ്മ വരണ വരെ അവളെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ജോലി അവിടെ നിന്ന് പോകുന്നത്. പക്ഷേ ലിറ്റിൽ മോള് നാൻഫയുടെ മോളല്ലേ, അതൊക്കെ പറഞ്ഞാൽ കേൾക്കും. ക്ലാസ് കഴിഞ്ഞത് നാൻഫ ചെന്ന് അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവളുടെ ഓഫീസ് റൂമിൽ അവൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങളും സംഭവങ്ങളും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ലിറ്റിൽ മോളിനോട് ഞാൻ ഇന്ന് ഇതുപോലെ സ്കൂൾ വിട്ടിട്ട് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാം, എനിക്ക് നിൻ്റെ ഒപ്പം കുറേ ടൈം ചിലവഴിക്കണം എന്ന് പറഞ്ഞ് അവളെ നന്നായിട്ട് കളിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ രാത്രി സമയമായി. ജൂലിയ ഇന്ന് ആ വാങ്ങില്ലേ അവരുടെ കമ്പനിയിൽ കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആളെ പേഴ്സണലായിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇയാൾ ജൂലിയനോട് ഭയങ്കരമായിട്ട് അപമര്യാദയോടുകൂടി പെരുമാറുന്നുണ്ടെങ്കിലും അവൾ അധികം ഒന്നും എതിർക്കുന്നില്ല. പെട്ടെന്ന് അവൾക്ക് എന്തോ പോലെ തോന്നിയിട്ട് അവൾ വാഷ്റൂം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ആ ഒരു സെയിം ടൈമിൽ മിസ്റ്റർ വാങ് ജൂലിയ കുടിക്കാനെടുത്തിരുന്ന വൈൻ ഗ്ലാസ്സിലേക്ക് മയക്കാനുള്ള ഒരു മെഡിസിൻ അതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി വെക്കുന്നുണ്ട്. നാൻഫയുടെ മക്കളാണ് ലിറ്റിൽ മോൺ അറിഞ്ഞുകൊണ്ട് വെച്ചാണെന്ന് തോന്നുന്നു. ലിറ്റിൽ മോൺ ഇപ്പം നാൻഫയുടെ ഓഫീസിലുണ്ടെന്ന് അറിഞ്ഞിട്ട് അവളെ കാണാനായിട്ട് ടിയാൻവൈ ഒരു ബാർബി ഡോൾ സെറ്റ് ഒക്കെ വാങ്ങിയിട്ട് അവൻ്റെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. ആദ്യമൊക്കെ ലിറ്റിൽ മോനായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചെങ്കിലും ബാർബി ഡോൾ കൊടുത്തപ്പോൾ ലിറ്റിൽ മോൺ നാൻഫനോട് പറഞ്ഞ സ്ഥിരം ഡയലോഗ് അമ്മ പറഞ്ഞിട്ടുണ്ട്, അറിയാത്ത ആരോ ഇന്നൊന്നും വാങ്ങരുതെന്ന് പറഞ്ഞപ്പോൾ ടിയാൻവൈ പറയാണ്, ഞാൻ അറിയാത്ത ആളൊന്നും ഞാൻ നിന്റെ സ്റ്റെപ്പ് മദർ ആളുടെ ആളാ, ഞാൻ നിന്റെ അച്ഛനെ ഇപ്പൊ വൈകാതെ തന്നെ കല്യാണം കഴിക്കല്ലോ എന്നൊക്കെ പറയുമ്പോൾ ലിറ്റിൽ മോനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. ലിറ്റിൽ മോൻ കരഞ്ഞോണ്ട് പറയാണ്, എൻ്റെ അച്ഛൻ ആരും കല്യാണം കഴിക്കില്ല, എൻ്റെ അച്ഛനും അമ്മയും ഒന്നിച്ച് ജീവിക്കാൻ പോകാന്ന് കരഞ്ഞോണ്ട് പറയുന്നുണ്ട്. പിന്നെ ലിറ്റിൽ മോൻ്റെ ഒരു വാട്ടർ ഗൺ എടുത്തിട്ട് ടിയാൻവൈയുടെ മേത്തൊക്കെ നിറയെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ആ കറക്റ്റ് ടൈമിലാണ് നാൻഫ അങ്ങോട്ട് വരുന്നത്. നാൻഫനെ കാണുമ്പോൾ തന്നെ ലിറ്റിൽ മോൻ കരഞ്ഞിട്ട് ഇവളെന്നെ സ്റ്റെപ്പ് മദറാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ടിയാൻവൈ നാൻഫയുടെ കൈ പിടിച്ചിട്ട് പറയാണ്, ഇവൾക്ക് എന്തൊരു കുസൃതിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും നാൻഫ അവളുടെ കൈ തട്ടിയിട്ട് നീ ഇപ്പം എന്തിനാ അങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു പോയി ലിറ്റിൽ മോനെ എടുത്ത് അവളോട് നിന്റെ അമ്മനാണ് ഞാൻ കല്യാണം കഴിച്ചത്, നിന്റെ അമ്മനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ലിറ്റിൽ മോനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടിയാൻവൈനോട് നല്ല ദേഷ്യത്തിൽ സംസാരിച്ചിട്ട് അവളുടെ മാനേജറോട് നാൻഫ പറയാണ്, ഇനി ഒരാളെയും എൻ്റെ അനുവാദമില്ലാണ്ട് ഈ ഓഫീസിലേക്ക് കയറ്റരുത്, അങ്ങനെ കയറ്റിയാൽ നിന്റെ ജോലി പോകും എന്ന് പറയുന്നുണ്ട്. ടിയാൻവൈ ഭയങ്കരമായി ചൂടായി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ ലിറ്റിൽ മോന് അവൻ്റെ ചവിട്ടി പറയാണ്, ഡാഡി അമ്മനായിട്ട് ചേരാനായിട്ട് ഞാൻ ഡാഡിനെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ നാൻഫക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. കാരണം ഇതുവരെ ലിറ്റിൽ മോന് നാൻഫ എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പോൾ അവള് ഈ ഒരു സംഭവത്തിന് ശേഷം ഡാഡിന്ന് വിളിച്ചു. അപ്പോഴാണ് മാനേജർ വന്നിട്ട് നാൻഫയുടെ ചവിട്ടിൽ എന്തോ ഒരു കാര്യം പറയുന്നത്. അത് കേട്ടിട്ട് നാൻഫ ഞെട്ടുന്നുണ്ട്. ഇപ്പൊ കാണിക്കുന്ന ഭാഗം വാഷ്റൂമിലൊക്കെ പോയി വന്ന് ജൂലിയ വാങ്ങിൻ്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ വാങ് ഭയങ്കരമായിട്ട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ട് നമുക്കെന്താ റൂമിൽ പോവാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് കേട്ട് അവൾക്ക് ദേഷ്യം വന്ന് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ മുഖത്തിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. മുഖത്തിട്ട് കൊടുത്ത് നിന്റെ കോൺട്രാക്ട് ഒന്നും വേണ്ട, ഞാൻ ഇവിടുന്ന് പോകാന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ ആ റെഡ് വൈനിൽ കലക്കുക ആ മെഡിസിൻ ഇല്ലേ അതിൻ്റെ എഫക്റ്റ് അവളുടെ തലയിൽ അടിച്ചിട്ട് അവൾ ആകെ വീഴാൻ പോകുന്നൊക്കെ ഉണ്ട്. ആ ടൈമിൽ വാങ് വന്നിട്ട് നിനക്ക് എവിടേക്കും പോകാൻ പറ്റില്ല, നീ ഇന്ന് എൻ്റെ ഒപ്പാന്ന് പറഞ്ഞ് അവളെ കയറി പിടിക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ നാൻഫ അവിടെ എത്തുന്നുണ്ട്. നാൻഫയുടെ മാനേജർ ചെടി വന്ന് പറഞ്ഞ കാര്യം ഇതായിരുന്നു. നാൻഫ വാങ്ങിയിട്ട് കുറേ അടിയൊക്കെ കൊടുത്തിട്ട് ജൂലിയയും കൊണ്ട് കാറിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ മാനേജറെ വിളിച്ചിട്ട് ഇനി ടിയാൻവൈനെ ഒഴിവാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് അവരുടെ കല്യാണ ദിവസം ആ കത്തിയോണ്ട് കുത്തൻ ആ ബാഗില്ലേ അതിൻ്റെ വീഡിയോ എനിക്കൊന്ന് സെൻഡ് ചെയ്തായിരുന്നെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജൂലിയനെ കൊണ്ട് അവളുടെ ഫ്ലാറ്റിൽ ബെഡിലൊക്കെ കിടത്തി ടിയാൻവൈ അങ്ങനെ അടുത്തിരിക്കുമ്പോൾ അവളോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിട്ട് അവളുടെ ചുണ്ടിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. ജൂലിയൊക്കെ തീരെ ബോധമൊന്നുമില്ലേ, പോരാത്തതിന് അവളുടെ ശരീരമൊക്കെ ഭയങ്കരമായിട്ട് തണുത്ത് വരച്ചിരിക്കുകയാണ്. ആ ഒരു കറക്റ്റ് ടൈമിൽ ജൂലിയ നാൻഫനെ കെട്ടിപ്പിടിച്ച് അവർ കുറേ നേരം കിസ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അന്ന് രാത്രി ഒന്നിച്ച കിടന്നേ തോന്നുന്നുണ്ട്. പിറ്റേ ദിവസം ജൂലിയ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ അവളുടെ ഡ്രസ്സ് അങ്ങോട്ടും
അങ്ങോട്ടൊക്കെ മാറിക്കിടക്കുന്ന കണ്ടിട്ട് അവൾക്ക് എന്താ പോലെ തോന്നി. അവൾ എന്താ നടന്നതെന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്നലെ രാത്രി കഴിഞ്ഞതൊക്കെ അവൾക്ക് ഓർമ്മയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവളിങ്ങനെ തലയിൽ കൈ വെച്ച് നിൽക്കുമ്പോഴാണ് ഹോളിൽ നിന്ന് ലിറ്റിൽ മോന്റെ നാൻഫയുടെ ഒച്ച ഭയങ്കരമായിട്ട് കേൾക്കുന്നത്. ജൂലി അവിടെ പോയി നോക്കുമ്പോൾ നാൻഫ ലിറ്റിൽ മോണിന് വേണ്ടി പാലുണ്ടാക്കി കൊടുക്കുന്നു. എല്ലാവർക്കും വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണോ അങ്ങനെ പാചകം ചെയ്യാനായിട്ട് ഭയങ്കര തിരക്കി നിൽക്കുമ്പോൾ ജൂലിയക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. പണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് നാൻഫക്ക് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ അവനന്ന് ഭയങ്കര ഗൗരവമായിരുന്നല്ലോ. എനിക്കിപ്പോൾ വിശക്കുന്നില്ല, നീ തന്നെ തിന്നോന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാണ് ചെയ്തത്. അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് ലിറ്റിൽ മോൻ അമ്മ വന്നാച്ചാ നമുക്ക് വേഗം ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പൊ നാൻഫ അവളെ നോക്കിയിട്ട് ഒരു മിനിറ്റ് ഇപ്പൊ കൊണ്ടുവരാവേ എന്ന് പറയുമ്പോൾ ജൂലിയ എനിക്കൊന്നും വേണ്ട, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ നാൻഫ പോകാനായിട്ട് റെഡി ആയിട്ട് നാൻഫ ജൂലിയും കൂടി വഴി കൂടി ഇങ്ങനെ നടക്കുമ്പോൾ വീണ്ടും നാൻഫ നമുക്ക് ഒന്നിച്ച് കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിച്ചവരൊക്കെ ചോദിക്കുമ്പോൾ വീണ്ടും ജൂലിയ അത് റിജക്ട് ചെയ്യാണ്. അങ്ങനെ നാൻഫ വിഷമത്തോടുകൂടി അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ജൂലിയ കമ്പനിക്ക് വർക്കിന് പോകുമ്പോഴാണ് അവിടെ ഇറാനെ കാണുന്നത്. ഇറാനെ കാണുമ്പോൾ തന്നെ അവൾ സന്തോഷത്തോടുകൂടി അവൻ്റെ അടുത്തേക്ക് പോയിട്ട് വർത്താനം പറയുമ്പോൾ ഇറാന് നമുക്ക് രാത്രി ഒന്നിച്ച് ഡിന്നർ ആയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് ജൂലിയും ഓക്കെ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒന്നിച്ച് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയിൽ ഇറാൻ പറയാണ് ഇതെൻ്റെ ബർത്ത്ഡേ ആണ്, നീ എനിക്ക് ഒരു ഗിഫ്റ്റും തരണ്ട, പക്ഷേ ഞാൻ തരുന്ന ഗിഫ്റ്റ് നീ അക്സെപ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു മോതിരം എടുത്തിട്ട് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് അവൾ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അത് കണ്ട വഴിക്ക് അവൾ ഫുഡ് പോലും കഴിക്കാതെ എനിക്ക് ഈ ജീവിതത്തിൽ ഒരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, പക്ഷെ ഇനി ഞാൻ ആരും സ്നേഹിക്കുക കല്യാണം കഴിക്കുക ഇല്ലാതെ പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇറാൻ അത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് സങ്കടാവുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഇറാൻ എന്തോ പ്ലാൻ ഇട്ടിട്ട് നാൻഫയുടെ പെങ്ങൾ സിയോയൊക്കെ ഇറാനോട് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ സിയോയനെ ഇറാനെ ഒരു റെസ്റ്റോറന്റിലേക്ക് വിളിച്ചിട്ട് ഷൻ കമ്പനിയിലുള്ള അവളുടെ 5% ഷെയർ എനിക്ക് എഴുതി തരുമെന്നൊക്കെ ഇറാൻ ചോദിക്കുന്നുണ്ട്. അവൾ ആദ്യം അതിന് മടിക്കുന്നുണ്ടെങ്കിലും ഇവൻ ഇമോഷണൽ ആയിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് ഓക്കെ സിയോയൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ എനിക്കൊന്നും തരണ്ട, ഞാൻ നിനക്ക് തന്നെ ഇത്രക്കും ഇഷ്ടമായിട്ട് നടക്കണല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചെന്ന് പറയുമ്പോൾ അവള് ഓക്കെ ഞാൻ തരാം എന്ന് പറയുന്നുണ്ട്. ഇറാന് എന്തോ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് അവിടെ ഇരിക്കുന്നു. അങ്ങനെ ജൂലിയ വീട്ടിൽ വന്നിട്ട് അവിടെ സൈവൻ ഉണ്ടായിരുന്നു, പിന്നെ ലിറ്റിൽ മോൺ ഉണ്ടായിരുന്നു. സൈവനോടും ലിറ്റിൽ മോണിനോടും ഇറാൻ തന്നെ പ്രപ്പോസ് ചെയ്ത കാര്യമൊക്കെ പറയുമ്പോൾ സൈവൻ ഭയങ്കരമായിട്ട് ചൂടായിട്ട് നീ അവൻ്റെ പ്രപ്പോസൽ വേണ്ടാന്ന് വെച്ചോ, അവൻ ടോപ്പ് കമ്പനിയുടെ വലിയ ആളാന്നൊക്കെ പറഞ്ഞ് ജൂലിയൻ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിരിക്കുമ്പോൾ ലിറ്റിൽ മോൺ പറയാണ് എൻ്റെ അച്ഛനും വലിയ ടോപ്പൊക്കെ തന്നെ, എൻ്റെ അച്ഛനും അമ്മയും മാച്ചെന്ന് ലിറ്റിൽ മോൺ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ജൂലിയ ഇവർ രണ്ടുപേരും തിരക്കം കണ്ടിട്ട് നിങ്ങൾ വെറുതെ തർക്കിക്കണം, ഞാൻ ഇനി കല്യാണം കഴിക്കുന്നേ ഇല്ല, ഞാൻ പൈസ ഉണ്ടാക്കാനാണ് ഇപ്പം നോക്കുന്നത്, കുറേ പൈസ ഉണ്ടാക്കിയിട്ട് വേണം എൻ്റെ മോളെ എനിക്ക് നല്ല നിലയിൽ എത്തിക്കാമെന്നൊക്കെ ജൂലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ഇറാനെയാണ്. ഇറാനിക്ക് സിയോയാന്റെ ഫോൺ വരുന്നുണ്ട്. സിയോയുടെ ആ കമ്പനിയിലുള്ള ഷെയർ മുഴുവനും ഇറാൻ അവൾ എഴുതി കൊടുത്തിരുന്നു. ആ കാര്യമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ സിയോയാനെ ഇറാൻ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അവളൊരു സിനിമക്ക് പോകാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവൻ അതൊന്നും പറ്റില്ല, നീ വേറെ ആരെങ്കിലും ഒപ്പം പൊക്കോന്ന് പറയുമ്പോൾ അവൾ ഭയങ്കര സങ്കടത്തോടുകൂടി നിനക്കറിയാവുന്നല്ല എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരിക്കലും ഒന്നിച്ചുണ്ടാവാൻ പാടില്ല എന്ന് ഇറാൻ പറയുന്നു. അങ്ങനെ ഈ വിഷമത്തിൽ ടിയാൻ വൈയും സിയോയും കൂടി ഒരു ബാറിലിരുന്ന് അവർ കുടിച്ചോണ്ടിരിക്കുകയാണേ. അതിൻ്റെ ഇടയിൽ ടിയാൻ വൈ പറയുന്നുണ്ട് നിന്റെ ബ്രദറിനും പിന്നെ ഇറാനും രണ്ടുപേർക്കും ജൂലിയാനോടാണ് ഇഷ്ടം, അവർക്ക് രണ്ടുപേർക്കും ജൂലിയാനെ തന്നെ വേണം, നമ്മളുടെ ജീവിതം വെള്ളത്തിലാവാം, അവൾ ഒരാൾ കാരണം അവൾ ഒരാളില്ലാണ്ടായ എല്ലാ കാര്യങ്ങളും ശരിയാവുന്നു. സിയോയാന്റെ തലയൊക്കെ ടിയാൻ വൈ കേട്ടി കൊടുക്കാണ്. ടിയാൻ വൈ പറഞ്ഞത് ശരിയാവുന്ന സിയോയെ ആലോചിച്ചിട്ട് അവളുടെ കാർ എടുത്ത് സിയോയ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവളെ ഇടിച്ചു കൊല്ലാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് സിയോയ കാറിൽ ജൂലിയനെ ഇടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഫാസ്റ്റിൽ പോകുന്നു. ജൂലിയനെ ഇടിക്കാനായിട്ട് സിയോയെ കാറും കൊണ്ട് ഫാസ്റ്റിൽ പോകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് നാൻഫ വന്ന് ജൂലിയനെ കയറി പിടിച്ച് അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അത് കണ്ട് സിയോയ തൻ്റെ സ്വന്തം ബ്രദറിനെ കാർ ഇടിക്കേണ്ടി വരുന്നെന്നുള്ള അവസ്ഥയിൽ വേഗം കാർ ബ്രേക്ക് പിടിക്കുന്നുണ്ട്. എന്നാലും അവൻ ആ ചാടിയൻ്റെ ഫോഴ്സിൽ അവൻ്റെ നെറ്റിൽ ഒരു മുറിവുണ്ടായിരുന്നു. അങ്ങനെ അവന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കണം. സിയോയ പുറത്ത് ഭയങ്കര വിഷമത്തോടുകൂടി തൻ്റെ ബ്രദറിനെ താൻ തന്നെ അല്ല കാർ ഇടിച്ചെന്നുള്ള സങ്കടത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ അമ്മ വന്നിട്ട് എന്തുപറ്റി എന്താ ശരിക്കും ഉണ്ടായെന്നൊക്കെ ചോദിക്കുമ്പോൾ സിയോയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് അമ്മ അവൾ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിലെ നാൻഫ കിടക്കുന്ന റൂമിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ അവിടെ ഉള്ളത് ജൂലിയയും നാൻഫയും മാത്രമാണ്. നാൻഫയ്ക്ക് വേണ്ടി ജൂലിയ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്ന കണ്ടിട്ട് അവൻ അവളെ തന്നെ ഇങ്ങനെ നോക്കി നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ചോദിക്കുന്നത് എൻ്റെ മുഖത്ത് വല്ലത് ഇരിപ്പുണ്ടാ ഇങ്ങനെ നോക്കി ചിരിക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തുമ്പോൾ അവൻ പറയാണ് നിന്റെ മുഖത്തുണ്ട്, നീ അത്ര സുന്ദരിയല്ലേ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതൊന്നും കേട്ട് ജൂലിയൊക്കെ ഒന്നും തോന്നുന്നില്ലേ, നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവിടെ പോകാൻ പോകാന്ന് പറഞ്ഞ് അവൾ അവിടെ നിൽക്കുമ്പോൾ നാൻഫ അഭിനയിച്ചുകൊണ്ട് അവൻ്റെ തലയിൽ പിടിച്ചിട്ട് അയ്യോ വേദന എടുക്കുന്നു അഭിനയിക്കുമ്പോൾ പോകാൻ ഒരുങ്ങി നിന്ന് ജൂലിയ അവൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് നോക്കട്ടെ എന്ത് പറ്റി നോക്കട്ടെ എന്ന് വെപ്രാളത്തോടുകൂടി അവൻ്റെ നെറ്റിക്ക് നോക്കുമ്പോൾ അവളുടെ കൈ പിടിച്ച് വലിച്ച് അവൻ അവളുടെ തോളി ചാരി കിടന്നിട്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ മാറിയെന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ജൂലിയ കുറച്ച് നേരം അവിടെ നിന്നെങ്കിലും പിന്നെ അവൾ അവനെ മാറ്റി നിർത്തിയിട്ട് നീ എന്തിനാ ഇന്നലെ രാത്രി വെറുതെ ഇങ്ങനെ റിസ്ക് എടുക്കാൻ പോയേ, എന്തായാലും പറ്റിയെന്നെങ്കിലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നാൻഫ പറയാണ് ഈ 5 വർഷം എനിക്ക് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല, നിന്നെ അപകടത്തിൽ വിട്ടിട്ട് ഈ 5 വർഷം ഞാൻ സൂക്ഷിച്ച് നടക്കായിരുന്നു, ഇനിയുള്ള കാലങ്ങളിൽ എനിക്ക് നിന്റെ തണലായിട്ട് നിന്നെ കാത്തു രക്ഷിച്ച് നിന്റെ ഒപ്പം തന്നെ വേണമെന്ന് അങ്ങനെ ഇവനെ ഭയങ്കരമായിട്ട് സെന്റിമെന്റ്
സെന്റിമെന്റൽ ഡയലോഗ് പറയുമ്പോൾ ജൂലിയ വീണിട്ട് പറയാണ്, ശരിക്കും നിനക്ക് ടിയാൻ വൈനെ ഇഷ്ടമായിരുന്നില്ല പിന്നെന്താ എന്ന് ചോദിക്കുമ്പോൾ നാൻഫ എതിർത്തിട്ട് പറയാണ്, എനിക്ക് ടിയാൻ വൈനോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഈ ജന്മത്തിൽ ഞാൻ ഒരു പെൺകുട്ടീനെ സ്നേഹിച്ചിട്ടുള്ളൂ, അത് ജൂലിയ എന്ന് പറഞ്ഞ് അവളുടെ നെറ്റത്തൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. ടിയാൻ വൈ ഇവനും ചെറുപ്പം മുതലേ ഒന്നിച്ച് വളർന്നുകൊണ്ട് ഇവൻ തെറ്റിദ്ധരിച്ചതായിരുന്നു ടിയാൻ വൈനോട് ഇവനക്ക് ശരിക്കും ഇഷ്ടമുണ്ടായിരുന്നെന്ന്. ജൂലിയ പിന്നെ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് അവനക്ക് എന്താണ് ശരിക്കും ലവ് എന്നും എങ്ങനെയാണ് ലവിൻ്റെ ഫീലിങ്സ് എന്നൊക്കെ മനസ്സിലാവുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ കിസ് ചെയ്യാൻ പോകുന്ന ആ കറക്റ്റ് ടൈമിലാണ് അമ്മയും സിയായും കൂടി റൂമിലേക്ക് കടന്നു വരുന്നത്. അമ്മനും പെങ്ങളും കണ്ടതും ജൂലിയ അവിടെ നിന്ന് പോകാൻ നോക്കുന്നുണ്ട്. അപ്പൊ തന്നെ നാൻഫ പറയാണ്, വൈകിട്ട് ഡിസ്ചാർജ് ആകുമ്പോൾ നീ തന്നെ എന്നെ വന്ന് വിളിച്ചോണ്ട് പോകണമെന്ന് പറയുമ്പോൾ അവൾ അവിടെ നിന്ന് തലാട്ടി ഇറങ്ങി പോകുന്നുണ്ട്. അമ്മയും പെങ്ങളും അവളെ ഭയങ്കര ദേഷ്യത്തോടുകൂടിയാണ് നോക്കുന്നത്. നാൻഫ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരുടെ കയ്യിൽ ഒരു പെൻഡ്രൈവ് കൊടുക്കുന്നുണ്ട്. ആ പെൻഡ്രൈവിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഇന്നേ വരെ ടിയാൻ വൈ ഇവനെ കിട്ടാൻ വേണ്ടി കാട്ടിക്കൂട്ടി എല്ലാതും ഉണ്ടായിരുന്നു. സിയാനോട് പറഞ്ഞു ജൂലിയനെ കൊല്ലാൻ ഏർപ്പാടാക്കിയതും പിന്നെ ഡിവോഴ്സ് നോട്ടീസ് വെച്ചതും അന്ന് മാരേജിന്റെ അന്ന് കത്തിയോണ്ട് അവള് തന്നെ അവളുടെ വയറ്റത്ത് കുത്തിയിട്ട് പറഞ്ഞതും ഒക്കെ അതിലുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഭയങ്കര ദേഷ്യത്തോടുകൂടി അമ്മയും സിയോയെ ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കറക്റ്റ് ടൈമിലാണ് ടിയാൻ വൈ ഓടിക്കൊണ്ട് നാൻഫയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു വരുന്നത്. അത് കണ്ടിട്ട് അമ്മ ദേഷ്യത്തോടുകൂടി ടിയാൻ വൈനോട് പറയാണ്, ഇനി മേലെ നീ എൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കരുത്, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി നീ ചെയ്തു കൂട്ടിയതല്ലാതും, ഇനി എൻ്റെ മോനെ നിനക്ക് കിട്ടാനും പോകുന്നു, നീ ഞങ്ങളുടെ ആരുമല്ല എന്ന് പറഞ്ഞ് അമ്മയും സിയോയായും അവിടെ നിന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് പോകുന്നു. അങ്ങനെ ഡിസ്ചാർജ് ആയിട്ട് ജൂലിയ നാൻഫ വരുന്നത് അവർ പണ്ട് ജീവിച്ചിരുന്ന ആ വീട്ടിലില്ല ഒന്നിച്ച് ജീവിച്ചിരുന്ന അവിടേക്കാണ്. അവിടെ വാതിക്കൽ വരെ വന്നിട്ട് ജൂലിയ പറയാണ്, ഇനി ഞാൻ അകത്തേക്കില്ല, നീ തന്നെ പൊക്കോ, ഈ വീട്ടിൽ നിന്ന് എനിക്ക് അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇല്ല എന്ന് പറഞ്ഞ് അവൾ പോകാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും നാൻഫ അവളെ വിടാതെ പൊക്കിക്കൊണ്ട് അകത്ത് കയറ്റുന്നുണ്ട്. അകത്ത് കയറ്റുമ്പോൾ തന്നെ അവരുടെ കല്യാണ ഫോട്ടോയും ഒക്കെ വെച്ച് നാൻഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ജൂലിയക്ക് നാൻഫക്ക് അവളോട് എത്ര ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ അവള് ഒരു ടാബ്ലിൽ നോക്കുമ്പോൾ അവിടെ ലവൻഡറിന്റെ പൂവ് നിറച്ച് വയസ്സിൽ വെച്ചേക്കുന്നത് കാണുന്നത്. അപ്പൊ അവളൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്, ഇവള് കുറെ ലവൻഡർ പൂക്കൾ എടുത്തുകൊണ്ട് വന്നിട്ട് നാൻഫക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും എനിക്ക് ലവൻഡർ ഇഷ്ടമല്ല, നീ ഒന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് നാൻഫ പണ്ട് ഇവളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ നാൻഫ പറയാണ്, നിനക്ക് ലവൻഡർ ഇഷ്ടമായോണ്ട് എനിക്ക് അത് ഇഷ്ടമായി, നീ പോയ പിന്നെ ഇത് ഞാൻ എപ്പോഴും ഇവിടെ വെക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ സീൻ കട്ടായി പിന്നെ കാണിക്കുന്നത് ലിറ്റിൽ മോൺ ജൂലിയൻ കൂടി ഒരു റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ജൂലിയാനെന്ന് വെച്ചാൽ നാൻഫ എഴുതിയ ഡയറിയൊക്കെ വായിച്ച് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ലിറ്റിൽ മോന് അവൾ ഏതോ ഗെയിമിൽ ജയിച്ചു, ഫസ്റ്റ് പ്രൈസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ജൂലിയ പറയാണ്, എൻ്റെ മോൾക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും പറഞ്ഞാൽ ഞാൻ സാധിച്ചു തരാമെന്ന് പറഞ്ഞ് അവളുടെ നെറ്റത്തേക്ക് ഒരു അമ്മ കൊടുക്കുന്നുണ്ട്. അത് കേട്ട് ലിറ്റിൽ മോന് എന്തോ ഒരു ഐഡിയ കിട്ടിയ പോലെ എന്തുണ്ടെങ്കിലും സാധിച്ചു തരോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ സീൻ കട്ടായി പിന്നെ കാണിക്കുന്നത് നാൻഫയും ജൂലിയും പിന്നെ ലിറ്റിൽ മോണും കൂടി എന്തൊക്കെ വാങ്ങിക്കാനായിട്ട് ഒരു ഷോപ്പിൽ പോകുന്നുണ്ട്. അപ്പോഴാണ് അവിടെ പറയുന്നത് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഫ്രീ ഗിഫ്റ്റ് എന്നാൽ ഫ്രീ ആയിട്ട് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ബെസ്റ്റ് കപ്പിൾസ് ആയിട്ട് കിസ് ചെയ്യണ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ ലിറ്റിൽ മോൺ അങ്ങനെയാണോ, അന്ന് അമ്മയും അച്ഛനും വേഗം അത് ചെയ്യ്, നമുക്ക് ഫ്രീ ഗിഫ്റ്റ് കിട്ടും, ചെയ്യുന്നിങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജൂലി അവളെ നോക്കി കണ്ണുറ്റിട്ട് ലിറ്റിൽ മോൺ മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആ സ്ത്രീയോട് പറയാണ്, അതൊന്നും വേണ്ട, നമുക്കത് സ്കിപ്പ് ചെയ്യാം, ഞങ്ങൾ വാങ്ങിക്കൊണ്ടെന്ന് പറയുമ്പോൾ നാൻഫ പറയാണ്, നീ നമ്മുടെ മോൾക്കോടത്ത് വാക്ക് തെറ്റിക്കാണോ, അതൊന്നും വേണ്ട, ഞങ്ങൾ ഇത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ലിറ്റിൽ മോൻ്റെ കണ്ണ് പൊട്ടിപ്പിടിച്ചിട്ട് നാൻഫ ജൂലിയനെ കുറേ നേരം കിസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നാൻഫ ഓഫീസിലെത്തി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ്റെ മാനേജർ വന്നിട്ട് നമ്മുടെ കമ്പനിയുടെ ഷെയർസ് ഒരുപാട് ഒരാൾ വാങ്ങുന്നുണ്ട്, ഇപ്പോൾ 50%-നും കൂടുതൽ ഷെയർ അയാളാണ് വാങ്ങിയേക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നാൻഫ പറയാണ്, ഓക്കെ, നമ്മളെല്ലാ ഷെയർ ഹോൾഡേഴ്സിനായിട്ട് ഒരു ഡിന്നർ അറേഞ്ച് ചെയ്യും, നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നാൻഫക്ക് ഒരു കോൾ വരുന്നത്. ആ ലിറ്റിൽ മോൺ ആയിരുന്നു വിളിച്ചിരുന്നത്. ജൂലിയ വയ്യാതെ താഴെ വീണ് കിടക്കാന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അത് കേട്ടിട്ട് നാൻഫ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ജൂലിയ തറയിൽ ബോധമില്ലാണ്ട് വീണെടുക്കുന്നുണ്ട്. അടുത്ത് തന്നെ ലിറ്റിൽ മോൺ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. വേഗം അവളെ പൊക്കിയെടുത്ത് സോഫയിലേക്ക് കിടത്തി മുഖത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ബോധം വരുത്തുമ്പോൾ ലിറ്റിൽ മോൺ ഇങ്ങനെ ഇരുന്ന് കരയുന്ന കണ്ടിട്ട് ജൂലിയ അവളോട് കരയുണ്ടാവും, നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ലിറ്റിൽ മോൺ നാൻഫയുടെ കൈ പിടിച്ച് ജൂലിയുടെ കയ്യിൽ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ച് വേണം, നിങ്ങൾക്ക് രണ്ടുപേർക്കും വയ്യാണ്ടായാൽ നോക്കാം, നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവണമെന്ന് പറഞ്ഞ് അവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വാക്ക് പാലിക്കാനാണെന്ന് തോന്നുന്നു. പിന്നീട് ജൂലിയ ഇങ്ങനെ ബെഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിലും നാൻഫ അവളുടെ എടുത്ത സാരയിൽ ഇരിക്കുന്നുണ്ട്. അവന് അറിയാതെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ജൂലിയ പെട്ടെന്ന് എണീറ്റ് അവൻ്റെ മുഖത്ത് ഇങ്ങനെ തൊടുമ്പോൾ അവൻ ഞെട്ടി എണീറ്റിട്ട്, നീ എണീറ്റ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, നിനക്ക് ഞാൻ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആ കഴിക്കാന്ന് പറഞ്ഞ് അവൾ നടത്താൻ നോക്കുന്നുണ്ടെങ്കിൽ ഇത്ര നേരം കിടന്നുണ്ട് അവൾക്ക് നടക്കാനൊക്കുന്നില്ല. അത് കണ്ടിട്ട് നാൻഫ അവളുടെ കാലൊക്കെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ജൂലിയൊക്കെ ഒന്ന് നാണക്കേടായിട്ട് എൻ്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന നിലയിലാണ് തോന്നുന്നത്, എനിക്കൊന്ന് നാണാവുന്നു, നീ ഇങ്ങനെ ഒന്നും ചെയ്യണ്ട എന്ന് പറയുമ്പോൾ
നാൻഫ പറയാണ്, പിന്നെ ഞാനല്ലാണ്ട് ഇതൊക്കെ ആരാ ചെയ്യാ, നീ എൻ്റെ ഭാര്യ, ഞാനത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ജൂലിയ പറയണ ഭാര്യ ആരുടെ ഭാര്യ, ആര് ഭാര്യ എന്ന് പറയുമ്പോൾ അതൊന്നും കേൾക്കാതെ നാൻഫ വീണ്ടും അവൾക്ക് ഒരു കിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ലൈഫ് ലോങ് നിന്നിങ്ങനെ എനിക്ക് കിസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, നമുക്ക് വീണ്ടും കല്യാണം കഴിക്കാന്ന് പറയുമ്പോൾ ആ ചിരിച്ചോണ്ട് ജൂലിയ അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് കിസ് ചെയ്തുകൊണ്ട് അവിടെ കിടക്കുന്നു. ഞാനിങ്ങനെ രാത്രി സമയത്ത് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൈവൻ എന്തോ ഭയങ്കര ബിസിയാണ്. അതുകൊണ്ട് ഇന്ന് ഷാവയാൻ്റെ അടുത്ത്, അതായത് ജൂലിയയുടെ അടുത്തൊക്കെ വരാൻ പറ്റില്ല. ഇറാനോട് അവരൊന്ന് നോക്കുമെന്നൊക്കെ ചോദിച്ചിട്ടാണ് സൈവൻ ഇറാനെ വിളിച്ചിരുന്നത്. ഇറാനും വളരെ സന്തോഷത്തോടുകൂടി ഓക്കെ സൈവൻ, നീ ഇപ്പോൾ തിരക്ക് പിടിച്ച് വരണമെന്നൊന്നുമില്ല, ഞാൻ തന്നെ അവർ രണ്ടുപേരെ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞ് അവനൊരു സൈഡിലേക്ക് നോക്കുമ്പോഴാണ് അവരൊരു ഫാമിലിയായിട്ട് സന്തോഷമായിട്ട് പോകുന്നത് കാണുന്നത്. ലിറ്റിൽ മോൻ്റെ കൈ പിടിച്ചിട്ട് അപ്പുറത്തും ജൂലിയെ നാൻഫയും കൂടി നടന്നു പോകുന്നതാണ് ഇറാൻ കാണുന്നത്. അത് കണ്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് കുശി പേറുന്നുണ്ട്. അവിടെ സീങ്കട്ടായി പിന്നെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത് ജൂലിയയുടെ വീട്ടിൽ ജൂലിയ ലിറ്റിൽ മോനും മാത്രം ഒറ്റയ്ക്കുള്ളപ്പോൾ ആരോ കോണിമ്പല അടിക്കുന്നത്. ജൂലി വിചാരിക്കുന്നത് സൈവനാണ് വരുന്നതെന്ന്. പക്ഷെ സൈവന് വരാൻ പറ്റില്ല എന്ന കാര്യം അവൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലിറ്റിൽ മോനോട് ഡോർ തുറക്ക്, അത് സൈവനായിരിക്കുന്നു ജൂലിയ പറയുന്നുണ്ടെങ്കിലും ഡോർ തുറന്നു വരുന്നത് സിയോയും നാൻഫയുടെ പെങ്ങൾ സിയോയും അവന്റെ അമ്മയും കൂടിയായിരുന്നു ജൂലിയനെ കാണാനായിട്ട് വന്നേക്കുന്നത്. അവരുടെ മുഖത്ത് ഇപ്പൊ ഒരു ദേഷ്യം ഒന്നും കാണാനില്ല. അവർ രണ്ടുപേരും ജൂലിയനോട് സോറിയൊക്കെ പറയുന്നുണ്ട്, ചെയ്തതല്ല അത് ഏറ്റു പറയുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് ടിയാൻവൈ ചെയ്തതൊക്കെ അവർക്ക് മനസ്സിലായി എന്നും പറയുന്നുണ്ട്. തന്റെ പേരക്കുട്ടീനെ കണ്ട സന്തോഷത്തിൽ നാൻഫയുടെ അമ്മ ലിറ്റിൽ മോനെ മടി വെച്ച് ഒരുപാട് കൊഞ്ചിക്കുന്നുണ്ട്. സിയോയ്ക്കും ലിറ്റിൽ മോനെ എടുക്കണം എന്നുള്ള പൂതിയുണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ലിറ്റിൽ മോനെ തട്ടിപ്പറിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴാണ് ഫോണിലേക്ക് ടിയാൻവൈ വിളിക്കുന്നത്. അവിടെ സീങ്കട്ടായി പിന്നെ കാണിക്കുന്നത് രാത്രി സമയം ടിയാൻവൈ വിളിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഒരു പാലത്തിൻ്റെ അടുത്തേക്ക് നാൻഫയും ജൂലിയും കൂടി പോകുന്നുണ്ട്. ടിയാൻവൈ ആണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ആകെ കരഞ്ഞിട്ട് നാൻഫിനോട് പറയാണ്, മര്യാദക്ക് നീ അവളെ ബ്രേക്കപ്പ് ചെയ്ത് എന്നെ കല്യാണം കഴിച്ചോ, ചെറുപ്പം മുതലേ നിനക്ക് എന്നെ അല്ലായിരുന്നു ഇഷ്ടം, പിന്നെ ഇവള് വന്നപ്പോൾ എന്താ ഇവളെ ഇഷ്ടമായത് എന്നൊക്കെ ചോദിച്ച് ടിയാൻവൈ ഭയങ്കര ഇമോഷണലായിട്ട് കരയുമ്പോൾ നാൻഫ പറയുന്നുണ്ട്, ചെറുപ്പം മുതൽ നമ്മൾ ഒന്നിച്ച് വളർന്നുകൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചതാ. ശരിക്കും ജൂലിയ എന്നായിട്ട് ഡൈവോഴ്സ് ചെയ്ത് പോയപ്പോഴാണ് ശരിക്കും ഇഷ്ടം എന്താണെന്ന് ഞാൻ അറിഞ്ഞത്. എനിക്ക് അവളോട് ഇഷ്ടം എന്ന് എനിക്ക് മനസ്സിലായത്. നാൻഫ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ടിയാൻവൈനെ മനസ്സിലാക്കി ശ്രമിക്കുന്നുണ്ടെങ്കിലും ടിയാൻവൈക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. അവൾ പറയുന്നത്, മര്യാദക്ക് ജൂലിയനെ വിട്ടിട്ട് എൻ്റെ ഒപ്പം വന്നില്ലെങ്കിൽ ഞാൻ ആ പാലത്തിൽ നിന്ന് എടുത്ത് ചാടുന്നാണ് ടിയാൻവൈ പറയുന്നത്. ഇതൊക്കെ കേട്ട് ജൂലിയക്ക് ആകെ സങ്കടം വന്നിട്ട് അവൾ ഒരു ഭാഗത്ത് മിണ്ടാതിരിക്കുന്നതാണ്. സങ്കടം കൂടി സഹിക്കാൻ പറ്റാതെ ടിയാൻവൈ അവിടെ തല കറങ്ങി വീഴുന്നുണ്ട്. തല കറങ്ങി വീഴുമ്പോൾ പാലത്തിന് അപ്പുറത്തേക്കാണ് വീഴാൻ പോകുന്നെങ്കിലും നാൻഫ ഓടി ചെന്ന് അവളെ പിടിച്ച് ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നുണ്ട്. അവിടെ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് നാൻഫ അവന്റെ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഇറാൻ അവിടേക്ക് വരുന്നത്. അവന്റെ സെക്യൂരിറ്റി ആണെങ്കിൽ കൊണ്ട് ഭയങ്കര അഹങ്കാരത്തോടുകൂടിയാണ് നാൻഫയുടെ ഓഫീസ് റൂമിലേക്ക് കയറി ചെല്ലുന്നത്. നാൻഫക്ക് ഒരു പേപ്പർ എടുത്ത് കാട്ടിക്കൊടുത്തു. നാൻഫിനോട് അവൻ ഭയങ്കര ധിക്കാരത്തോടുകൂടി പറയാണ്, ഈ കമ്പനിയുടെ കൂടുതൽ ഷെയർസും ഹോൾഡ് ചെയ്യുന്ന ഇപ്പം ഞാൻ. അപ്പം നാൻഫ, തങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ താങ്കൾ ഈ കമ്പനിയുടെ CEO പോസ്റ്റിൽ നിന്ന് ഇറങ്ങി പിന്നെ ഇതിന്റെ പ്രസിഡൻസി പോസ്റ്റ് ഒക്കെ എനിക്ക് മാനേജ്മെന്റിന് മുന്നിൽ വെച്ച് പറയണമെന്ന് ഇറാൻ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നാൻഫക്ക് ആകെ ഞെട്ടലാണ് വന്നത്. എന്നിട്ട് ഇറാനോട് ചോദിക്കുന്നത്, നീ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഞങ്ങളുടെ കോർപ്പറേഷൻ നിനക്ക് വേണമെന്നെന്താ, നിനക്ക് ഇത്ര വാശിയെന്ന് ചോദിക്കുമ്പോൾ ഇറാൻ ഒരു കഥ പറയാണ്. അതായത് 30 വർഷം മുന്നത്തെ കഥയാണ് പറയുന്നത്. ഇറാന്റെ അമ്മയും പിന്നെ നാൻഫയുടെ അച്ഛനും തമ്മിൽ പണ്ട് ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ അവർ വിവാഹം കഴിക്കുകയും ചെയ്തു. പക്ഷെ ഇറാന്റെ അമ്മ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ അവന്റെ അച്ഛന്റെ വീട്ടുകാർ, അതായത് നാൻഫയുടെ അച്ഛനൊക്കെ ഇല്ലേ, അവരൊക്കെ കൂടി തല്ലിച്ചതച്ച് അവന്റെ അച്ഛനെ കൊണ്ട് വന്നിട്ട് നാൻഫയുടെ അമ്മനെ കൊണ്ട് അവന്റെ അച്ഛനെ കല്യാണം കഴിപ്പിച്ചത്. നാൻഫയുടെ അമ്മക്കും അച്ഛനും തീരെ ഇഷ്ടമില്ലാത്ത കല്യാണമായിരുന്നു ഇത്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അവർ പിന്നെ ഒന്നിച്ചായതായിരുന്നു. അങ്ങനെ ഇറാന്റെ അച്ഛന്റെ വീട്ടുകാര് ഇറാന്റെ അച്ഛനെ അമ്മനെ വേർതിരിപ്പിച്ചതിനെ തുടർന്ന് അവന്റെ അമ്മ കഴിയാതായി. ഇപ്പോൾ ഇറാനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇറാന്റെ അമ്മ. ഇപ്പോൾ അതിനുള്ള പ്രതികാരം പോലെയാണ് നാൻഫയുടെ വീട്ടുകാരുടെ സ്വത്തിന്റെ പകുതിയോളം ഇറാനിപ്പോ വാങ്ങിയിരിക്കുന്നത്. അപ്പൊ നാൻഫ ഇറാനോട് ചോദിക്കുന്നത്, ശരിക്കും അനുഭവിക്കേണ്ടാവുന്ന നമ്മൾ രണ്ടുപേരല്ലേ, നമുക്ക് രണ്ടുപേർക്കിടയിൽ എന്തിനാ അതിനുള്ള ശത്രുത, അത് നമ്മളുടെ വീട്ടുകാർ ചെയ്തതല്ല എന്ന് പറയുമ്പോൾ പറയാണ്, അപ്പൊ നീ ഇപ്പൊ ചെയ്തതോ, ഷായാനെ ഞാൻ വർഷങ്ങളായിട്ട് സ്നേഹിക്കുന്ന പെണ്ണ, അവളെ നീ ഇപ്പൊ തട്ടിയെടുത്തില്ല, അവൾക്ക് നിന്നെ ഇഷ്ടം, ഞാൻ എന്തോരവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവളെ എന്നെ നോക്കുന്ന പോലും ഇല്ല എന്നൊക്കെ ഇറാൻ സങ്കടത്തോടുകൂടി പറയുമ്പോൾ നാൻഫ പറയണം, അതിന് നീ എന്നെ കുറ്റം പറഞ്ഞിട്ട് ഷായാന ആരാണോ ഇഷ്ടമാവുന്നത് അവളെ തന്നെ കല്യാണം കഴിക്കട്ടെ, അല്ലാണ്ട് നമ്മൾ നിർബന്ധിച്ചാലും ഇഷ്ടപ്പെടുത്തിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴാണ് ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നത്. ഇറാന്റെ സിസ്റ്റർ ആണ് ശരിക്കും സിയോയ. അതുകൊണ്ടാണ് ഇറാൻ സിയോയനെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്തത്. നാൻഫയും ഇറാനും ശരിക്കും ബ്രദേഴ്സ് ആയിരുന്നു. അങ്ങനെ നാൻഫ ജൂലിയയുടെ അടുത്ത് വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ അവൾ കുറെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ നാൻഫ ചോദിക്കാണ്, അഥവാ നിന്റെ സ്വത്തുക്കളൊക്കെ പോയാൽ നിനക്ക് എന്നോട് ദേഷ്യമാണ്, നീ എന്നെ വിട്ട് പോകുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഷായം പറയാണ്, ഞാൻ നിന്റെ സ്വത്ത് കണ്ടിട്ടൊന്നല്ലല്ലോ ഇഷ്ടപ്പെട്ട്, അത് പോണെങ്കിൽ പോട്ടെ, എനിക്ക് നിന്നിൽ നല്ല വിശ്വാസമുണ്ട്, നീ അത് വീണ്ടെടുക്കുന്നുള്ളത്, അത് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നു വേണ്ടെന്ന് പറയുന്നു. അത് കേട്ടിട്ട് നാൻഫ ഭയങ്കര സന്തോഷത്തോടുകൂടി അവളെ കുറേ നേരം ഉമ്മ വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് താൻ തോറ്റെടുക്കില്ല,
ഇതിനുള്ള പ്രതിഫലം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് കിസ് ചെയ്ത് അവിടെ അങ്ങനെ കിടക്കാണ്. അങ്ങനെ പിറ്റേ ദിവസം നാൻഫ കമ്പനിയിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തേക്കാണ്. കാരണം ഇനി ന്യൂ ഓണർ, അതായത് ന്യൂ പ്രസിഡന്റ് ഇറാനാണെന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. ആ മീറ്റിങ്ങിൻ്റെ ഇടയിൽ വെച്ച് തന്നെ ഇറാനോട് നാൻഫ ചോദിക്കുന്നുണ്ട്, നിനക്ക് കുഴപ്പമില്ല എനിക്ക് കമ്പനി വേണമെന്ന് ചോദിക്കുമ്പോൾ ഇറാൻ പറയുന്നുണ്ട്, അതിപ്പോൾ എന്താ ഇത്ര ചോദിക്കാനുള്ള, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് വേഗം അത് അനൗൺസ് ചെയ്യുന്ന അവൻ ഭയങ്കര അഹങ്കാരത്തോടുകൂടി പറയുന്നുണ്ട്. അത് കേട്ടിട്ട് അവിടെയുള്ള ഒരു ഷെയർ ഹോൾഡർ പറയാണ്, നാൻഫ നിങ്ങൾ പൊട്ടത്തരാണോ പറയുന്നത്, പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന കമ്പനിക്ക് എന്തിനാ വെറുതെ ന്യൂ പ്രസിഡന്റ് ഒക്കെ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് ഇറാന് ഞെട്ടി തെറിച്ച് എഴുത്ത് നിന്നിട്ട് നാൻഫിനോട് ചോദിക്കുകയാണ്, എന്താ അവൻ പറഞ്ഞ പൊട്ടിത്തെറിച്ച കമ്പനിയോ, എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറയുന്നു. അപ്പം നാൻഫ ഇറാന്റെ മുഖത്തേക്ക് ഒരു പുച്ഛത്തോടുകൂടി നോക്കിയിട്ട് പറയാണ്, അവൻ പറഞ്ഞത് നീ കേട്ടില്ലേ, അത് തന്നെ ഞങ്ങളുടെ കമ്പനിക്ക് കുറേ വർഷങ്ങളായിട്ട് ഫണ്ട് ഭയങ്കര ഷോർട്ടേജ് ആയിരുന്നു. ശരിക്കും ഇത് ഞാൻ പൂട്ടാനിരുന്നത് അപ്പോഴാണ് നിനക്ക് ഈ കമ്പനി വേണമെന്നൊക്കെ പറഞ്ഞു വന്നു. ഞാൻ അതിനോട് 100 വട്ടം ചോദിച്ചല്ലോ നിനക്കത് വേണമെന്ന്, നിനക്കായിരുന്നില്ല നിർബന്ധം, പിന്നെ നീ വാങ്ങിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ നിന്റെ കമ്പനി അതൊക്കെ നടത്തിക്കൊണ്ടുപോകാനുള്ള ഫണ്ട് പോലും നിന്റെ ഇല്ല. കാരണം നീ ഈ കമ്പനിയുടെ എല്ലാ ഷെയർസും വാങ്ങി നിന്റെ പൈസ ഒക്കെ പോയിരിക്കാം. ഇപ്പൊ നീ വീണ്ടും തോറ്റു. ഇറാൻ ഭയങ്കര ദേഷ്യത്തോടുകൂടി പറയുമ്പോൾ ഇറാൻ അവിടെ നിന്നും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഞാൻ എന്താണ് നടന്നതെന്ന് ശരിക്കും ആലോചിക്കുകയാണ്. അവൻ്റെ മുത്തശ്ശൻ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഈ കമ്പനി ഏകദേശം പൊട്ടാനായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മുത്തശ്ശൻ നാൻഫയുടെ കൈക്ക് കമ്പനി ഏൽപ്പിച്ചത്. പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഫണ്ടിൻ്റെ ഷോർട്ടേജ് ഒന്നും തീരാണ്ടായപ്പോൾ നാൻഫക്ക് അറിയാൻ സാധിച്ചത് ഇറാന് ഇവരുടെ ഫാമിലിയുടെ എല്ലാ ഷെയർസും വാങ്ങാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പം നാൻഫ പറഞ്ഞിട്ട് തന്നെയാണ് ഇറാന് എല്ലാവരും എല്ലാ ഷെയർസും കൊടുത്തത്. പോരാത്തന്നെ സിയാനോട് അവളുടെ ഷെയർ ഇറാൻ വിൽക്കണം എന്ന് അവൾ പറഞ്ഞിരുന്നില്ലേ, അത് അവൾ ചെയ്തതും നാൻഫിനോട് ചോദിച്ചിട്ട് തന്നെ ആയിരുന്നു. അങ്ങനെ ഈ പ്രോബ്ലം ഒക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല ശാന്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണിക്കുന്നത് ഷായാൻ്റെ കണ്ണും പൊത്തിയിട്ട് സൈമൻ ഒരു വീട്ടിലേക്ക് കിടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അവിടെ എന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവളുടെ കണ്ണ് സൈമൻ വിട്ട് അപ്പം തന്നെ എല്ലാവരും പോപ്പർ പൊട്ടിക്കുന്നുണ്ട്. നാൻഫാണെന്ന് വെച്ചാൽ ഒരു റിങ് എടുത്തിട്ട് ഷായാനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. വർഷം ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ലേ, ഇനി നീ എന്നെ കല്യാണം കഴിക്കും പ്ലീസ്. ഈ റിങ് ഞാൻ 5 വർഷമായിട്ട് പോയപ്പോൾ തൊട്ട് നിന്റെ വിരലിലിട്ട് വരാനായിട്ട് കാത്തിരിക്കുക, നീ ഇതിപ്പോൾ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ഷായാൻ കരഞ്ഞോട് പറയാണ്, ഇല്ല അത് പറ്റൂല. എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ 5 വർഷം മുമ്പ് പഴക്കം റിങ്ങുമായിട്ട് അവനിപ്പോൾ വന്നേക്കണം, അവന് ഒരു പുതിയ തൊഴിലിനെ വാങ്ങാനുള്ള കഴിവ് പോലും ഇല്ലേ എന്ന് ചോദിച്ച് ഷോയാൻ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ചുറ്റുള്ളവരൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പം നാൻഫ പറയാണ്, ഇല്ല ഇന്നലെ ഞാനൊരു പുതിയ റിങ് വാങ്ങി, പക്ഷേ ഇതല്ലേ നമ്മളുടെ കല്യാണത്തിൻ്റെ റിങ്, അതുകൊണ്ട് ഞാൻ എനിക്കത് തരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഷോയാൻ ചിരിച്ചുകൊണ്ട് എന്നാ കുഴപ്പമില്ല, എന്നാ നീ എന്നെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് അവളുടെ വിരൽ കാട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടുകൂടി റിങ് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്ത് എല്ലാവരും മുന്നേ വെച്ചിട്ട് കുറേ കിസ്സൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത് ഇപ്പം നാൻസിയും ഷോയാനും ലിറ്റിൽ മോണും എല്ലാവരും ഒരു വീട്ടിലാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഷോയൻ നല്ല ഉറക്കത്തിലാണ്. ലിറ്റിൽ മോൺ വന്ന് അവളെ ഭയങ്കരമായിട്ട് തട്ടി വിളിക്കുന്നുണ്ട്, എണീക്കമ്മ കുറേ വിളിച്ചിട്ട് ഷോയാൻ എനിക്ക് നീ കാണുന്നില്ല. അപ്പോൾ ലിറ്റിൽ മോൺ പറയാണ്, അച്ഛനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വേഗം വാ കഴിക്കാന്ന് പറയുമ്പോഴാണ് ഷോയാൻ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഷോയാൻ ഭയങ്കര സന്തോഷത്തോടുകൂടി ഒരു ഗ്ലാസ് പാലെടുത്ത് കുടിക്കുമ്പോൾ അവൾക്ക് ശരിക്കും ഓക്കാനം വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും അവൾ വാ ബുദ്ധിപ്പിടിച്ചിട്ട് നാൻഫനോട് പറയാണ്, എനിക്ക് തോന്നുന്നത് ലിറ്റിൽ മോണിന് ഒരു ബ്രദറോ സിസ്റ്ററോ വരാനായിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. അത് കേട്ട് നാൻഫ ഭയങ്കര സന്തോഷത്തിൽ അവളെ വീണ്ടും മിസ് ചെയ്യുന്നുണ്ട്. ലിറ്റിൽ മോൺ ആണെന്ന് വെച്ചാൽ ഞാനിത് ഗോഡ് മദറിനോടും അതായത് സൈവനോടും ഗ്രാൻഡ്മ നാൻഫയുടെ അമ്മനോടും പറയട്ടെ എന്ന് പറഞ്ഞ് ലിറ്റിൽ മോൺ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. നാൻഫ ആണെന്ന് വെച്ചാൽ സായാനെ പൊക്കിയെടുത്ത് അവർ രണ്ടുപേരും കിസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ വെച്ചിട്ട് എക്സ് വൈഫ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഈ ചൈനീസ് ഡ്രാമ ഫുൾ അവസാനിച്ചേക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.